ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പറ്റി? What happened? What happened? No. Look at your boyfriend. Oh shit. Oh. Go from here. Go away. Enough. Living together workout ആവില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. Look at these guys. They become so weird, you know. ബെഡ്റൂമിനകത്ത് മൂത്രം ഒഴിക്കുക. നമ്മുടെ ബാൽക്കണി കണ്ടിട്ടുണ്ടോ? അതൊരു ബാറാ. ഇതിവിടെ ശരിയാവില്ല. I am so fed up with these guys. I don't want to live here anymore. ഇടി, ഇപ്പൊ എന്താ സംഭവിച്ചേ? Just you relax now. What? Relax? How can I? ഇന്ന് എന്താ സംഭവിച്ചെന്ന് നീ തന്നെ കണ്ടതല്ലേ? നോൺസെൻസ് അല്ലേ അവൻ ചെയ്തത്? എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇവന്മാർക്ക് മനസ്സിലാവില്ല. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. പ്ലീസ് ഡോണ്ട് ട്രൈ ടു കൺവിൻസ് മീ. ഇനി എന്തൊക്കെയാണെങ്കിലും ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തേ പറ്റൂ. രാത്രി കുടിച്ചതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴേ അവളമാരുടെ ഒരു ബഹളം. അവിടെ ഹാങ് ഓവറാടാ. എന്താടാ അവളും രാത്രി അടിച്ച് കയറ്റിയോ? അല്ല, നേരം വെളുത്ത്. വാട്ട്സ് റോങ് ഡ്യൂ? അത് കണ്ടത് നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ? അല്ല, നിന്റെ ഗേൾ ഫ്രണ്ടാ. Sir, definitely ARD is better because ARD compiles Dalmic bytecode into a system-dependent binary, which is an efficient way of execution. നന്നായിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ. നിന്റെ ക്വാളിഫിക്കേഷനും ഗ്ലാമറിനും ഈ ജോലി നന്നായി ചേരും. Thank you, sir. അതുമല്ല, തനിക്ക് തരേണ്ട സാലറിക്കും എൻ്റെ കാർ ലോണിനും ഒരു മാച്ചിങ് വേണ്ടേ? കാര്യം നിസാരമാ. ഈയിടെയായിട്ട് ഒത്തിരി പേര് ഫ്രണ്ട് ഡോറിൽ കൂടെ ഓഫീസിൽ കയറാൻ നോക്കുന്നുണ്ട്. കുറച്ച് ക്രൗഡ് കൂടിയെന്നൊരു സംശയം. താൻ ബാക്ക് ഡോറിൽ കൂടെ വന്നാൽ മതിയായിരുന്നു. കാര്യം പെട്ടെന്നങ്ങ് നടക്കും. ഓ, ഇതെന്താ നീ ഉദ്ദേശിച്ച ബാക്ക് ഡോർ അല്ല, അത് കാണാൻ പറ്റില്ല. 2 ലക്ഷം നീ തന്നാൽ ആ ഡോറും ജോലിയും നിനക്ക് കാണാൻ പറ്റും. അപ്പൊ തനിക്ക് 2 ലക്ഷം രൂപ തന്നാൽ എനിക്ക് ജോലി കിട്ടും. അതിന് പറ്റിയില്ലെങ്കിൽ ഇതുവരെ ഞാൻ നടത്തിയ വിജ്ഞാന പ്രദർശനങ്ങളെല്ലാം വേസ്റ്റായി എന്നർത്ഥം. നീ ആള് ബുദ്ധിയുള്ളവനാ. പിന്നെന്താ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ നിനക്ക് ജോലി കിട്ടാതെ പോയോ? അയ്യോ, അതും കിട്ടിയായിരുന്നു. പക്ഷെ അയാൾ തന്നെക്കാളും ബുദ്ധിമാനാ. താൻ കാർ ലോൺ ചോദിച്ചപ്പോൾ അയാൾ ഫ്ലാറ്റ് ലോണാ ചോദിച്ചത്. ഇതെന്തോ പരിഹസിക്കുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ 2 ലക്ഷം കൈക്കൂലി ചോദിച്ചാൽ നിന്നെ പരിഹസിക്കല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമെന്ന് കരുതിയോ? സാർ, ഇയാളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് എനിക്കൊരു ചായ കൊണ്ടുവന്നു. അതും ബാക്ക് ഡോറിൽ കൂടെ ആയിരിക്കും. ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് കടം കൊടുക്കുമല്ലോ. ജോലിയുള്ളവർക്ക് കൊടുക്കോളൂ അതോ ഇന്റർവ്യൂവിന് വന്നവർക്കും തരും? ഇന്റർവ്യൂവിൽ ജോലി കിട്ടുന്നവർക്കേ കൊടുക്കൂ. അപ്പൊ പിന്നെ നമ്മുടെ മച്ചാനെത്തി. കണക്ക് കുറിച്ച് വെച്ചോ. ആയിക്കോട്ടെ. മച്ചാനെ ജോലി കിട്ടിയാടാ? കിട്ടിയടാ. ബാക്ക് ഡോർ 2 lakhs അത്ര. ഫ്രണ്ട് ഡോർ കൂടെ പോയിരുന്നെങ്കിൽ 4 ലക്ഷം ഇങ്ങോട്ട് തരുമായിരുന്നോ? നിന്റെ കളിമണ്ണ് തലയ്ക്ക് ജോലി കിട്ടണമെങ്കിൽ 25 ലക്ഷം കൊടുക്കണം. പിടിക്കടാ, നടക്ക്. എടാ മച്ചു എങ്ങോട്ടാടാ? ആസ് യൂഷ്വൽ ഇവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അവിടെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുമല്ലോ. വാ. 2 ലക്ഷോ? ആഫ്റ്റർ ഓൾ 25,000 സാലറിക്ക് അത്രയും കൊടുക്കണോ? അതിരിക്കട്ടെ, നീ ഇന്റർവ്യൂ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലേ? ആ, ചെയ്തിട്ടുണ്ടാവും അറിയാം. എന്നാൽ ഇത് ടൂ മച്ചാ. 2 ലക്ഷമായി. ജോലിക്കാണോ വിളിച്ചത് അതോ കമ്പനിയിൽ ഷെയർ തരാനാണോ? എല്ലാരും സ്വാർത്ഥരായ ആൾക്കാരാ. അത് ശരിയാ ലക്ഷ്മി. എല്ലാ മനുഷ്യരും സ്വാർത്ഥരാ. നിന്നെ കെട്ടാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വാർത്ഥത. ജോലിയില്ലാത്തവനെ കെട്ടാൻ പറ്റില്ലെന്ന് പറയുന്നത് നിന്റെ സ്വാർത്ഥത. ഒരു പണക്കാരനെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്നുള്ളത് നിന്റെ തന്തയുടെ സ്വാർത്ഥത. എല്ലാവരും സെൽഫിഷാടി. എന്റെ സെൽഫിഷ്നെസ് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ലല്ലോ, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാ. ഇന്റർവ്യൂ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ അഭിമാനത്തിനൊരു കുറവുമില്ല. 2 ലക്ഷം കൊടുത്താൽ ജോലി കിട്ടിയെന്നിരിക്കും, പക്ഷെ അഭിമാനം തന്നെ ഉണ്ടാവില്ല. അത് ബ്ലഡിലുണ്ടാവണം. Once upon a time long ago, പത്തിനീട്ടി വന്നിക്കോ നിന്റെ ഉള്ളിൽ എന്തിനോ മാഞ്ഞിടാതെ എന്തിനിത്രയോ സെൽഫിഷായി നിന്റെ ലോകോ, നിന്റെ കാര്യം നോക്കേടോ ഈ
പ്രേമിച്ചാൽ ബേജാറാണെടാ ആരാകിലെന്താ മേരാ നാം ജോക്കർ പാടിടാ കോലുകുത്തി വെച്ച കോലമാണോ കോപമുള്ള പെണ്ണ് കാലനാണോ പടുപാവി പെണ്ണെ നിന്നെ ചുറ്റിക്കൂടാനില്ലൻ പൊന്നെ ഗതിയില്ലാത്തവരീ ജന്മം പ്രണയിക്കാൻ വിധിയുണ്ടോ പണമെല്ലാം പിന്നെ നോക്കിടാം അതിൽ പിന്നെ എല്ലാം പ്ലാനിങ്ങിൽ തന്നെ പോയിടാം ബൈ ബൈ ടാറ്റാ ടാറ്റാ. കഴുത്തറുത്ത് കുളത്തിൽ തള്ളിക്കളെ. നിന്നെ ഞാൻ എവിടെ തന്നെ തന്നപ്പടി. ചെവി കേക്കാത്ത കിളവിയടാ. വാ നമുക്ക് അകത്തേക്ക് പോവാ. കാശ് മുഴുവൻ സഞ്ചിലാക്കി എടുത്തോണ്ട് വാ. ഇല്ലെങ്കിൽ ഇവളുടെ തല ഞങ്ങളുടെ കയ്യിലിരിക്കും. ചെല്ലേ. കളവാ വീട്ടിലുള്ള ക്യാഷ് മുഴുവൻ ബാഗിലേക്ക് എടുത്തോണ്ടോ. അല്ലെന്നെ മോളെ ഞാൻ ചെയ്യല്ലേ, ആകെ ഒരൊറ്റ മോളേ ഉള്ളൂ. അവളെ ഒന്നും ചെയ്യല്ലേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുത്തോ, ഈ ബിൽഡിംഗ് എടുത്തോ, ഈ പ്രോപ്പർട്ടി എടുത്തോ, സ്വർണ്ണങ്ങളെല്ലാം എടുത്തോ, എന്നാലും അവളെ ഒന്നും ചെയ്യല്ലേ. എടാ കൃഷ്ണ, ഇമാതിരി കളികളൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതാ. ആ മുഖംമൂടി അങ്ങെടുത്ത് മാറ്റേ. നീയായിരുന്നോ? എന്താടാ ഇത് പുതിയ നമ്പരുമായിട്ട്? ചുമ്മാ കളിപ്പിച്ചതല്ലേ. നമ്മുടെ അമ്മാവൻ എന്തായാലും കുറുക്കന്റെ ബുദ്ധിയാണ് കേട്ടാ. അതെടാ, ഞാൻ കുറുക്കനാണെങ്കിൽ നീ ചെന്നായാണെന്ന് കൂട്ടിക്കൂ. എന്തുമാത്രം പേടിച്ചെന്നറിയോ? എന്താ ഇതൊക്കെ? എന്ത് ചെയ്യാൻ അമ്മായി, അമ്മാവന്റെ കൂടെ വന്നാ സെറ്റിൽ ആകാൻ പറ്റില്ല. എന്റെ ലക്ഷ്യം ഇവിടെയൊന്നുമല്ല, ദുബായിലോട്ട് പോകണം, ഒരു ഡോൺ ആയിട്ട് സെറ്റിൽ ആകണം. ദുബായിലെത്തണമെങ്കിൽ കയ്യിൽ കാശ് വേണ്ടേ അമ്മാവാ. എന്ത് ചെയ്യാൻ ചോദിച്ചപ്പോ ഇവനെ ഐഡിയ പറഞ്ഞു തന്നത് മോഷണവും ബലാത്സംഗവും ഒക്കെ ചെയ്യണമെന്ന്. മോഷണവും ബലാത്സംഗവും ഒക്കെ തേർഡ് ഗ്രേഡ് ആൾക്കാർ ചെയ്യുന്നതല്ലേ, എനിക്കതിന് പറ്റില്ല. അതിനും ബെറ്റർ അല്ലേ ഈ കിഡ്നാപ്പിംഗ്. അതാകുമ്പോ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ. വല്ലവന്റെ വീട്ടിൽ പോയി കൊള്ളരുതായ്മ കാണിച്ചാൽ നമുക്ക് പണി കിട്ടില്ലേ. അതുകൊണ്ട് ഇവിടെ ഒരു റിഹേഴ്സൽ നടത്തിയതാ. ചെറുപ്പം തൊട്ട് വളർന്ന വീടല്ലേ, അല്ലേ മുത്തശ്ശി? എടാ കൃഷ്ണ, വാചകോടി നിർത്തിയിട്ടേ ഓഫീസിൽ പോയിരിക്കും. ഞാൻ പൂജ കഴിഞ്ഞങ്ങ് വരാം. വാടാ. ഡാ എല്ലാ സിനിമയിലും ഡോണിന്റെ കൂടെ എപ്പോഴും ഒരു പെണ്ണുണ്ടാവില്ലേ. ഈ ഡോണിന് അമ്മാവന്റെ മോള് ചേരില്ല. സ്കോച്ച് ബോട്ടിലും ബീഫ് വറുത്തതും പോലെ ഉണ്ടാവും. ശരിയാടാ, ഈ സ്കോച്ച് ബോട്ടിൽ ഞാൻ ബീഫ് വറുത്തത് ഒട്ടും ചേരില്ല. നീ കരുതിയത് അങ്ങനെയാണോ? ഇയാൾ നിങ്ങളുടെ പൂജ ചെയ്യണോ വീട് കഴുകണോ? കൃഷ്ണ, മെറ്റീരിയൽ എവിടെ? ഒന്ന് കാണട്ടെ. ഇതെന്താണ്? കത്തി. ഇത് സാധാരണ കത്തിയൊന്നുമല്ല,
ഗജപതി നഗരത്തിലെ രാജവംശത്തിന് പരമ്പരാഗതമായി കിട്ടിയ കത്തിയ. സിമ്പിളായിട്ട് കാര്യം പറയാം, കല്യാണ പെണ്ണില്ലാത്തവര് കല്യാണം നടത്തിയേക്കാം, പക്ഷെ ഈ കത്തിയില്ലെങ്കിൽ കല്യാണമില്ല. കല്യാണ പെണ്ണും കൊള്ളാം, രാജാവും കൊള്ളാം. ഒരറയിൽ 2 കത്തി വേണ്ടാന്ന് വെച്ചിട്ട് ഒരെണ്ണം ഞങ്ങൾ ഇങ്ങെടുത്തു. അത് കൊള്ളാം. പക്ഷെ ഇക്കാലത്തെ രാജാക്കന്മാർക്ക് കത്തി എന്തിനാടാ? യുദ്ധവും ഇല്ല, നായാട്ടും ഇല്ല. അതൊക്കെ പോട്ടെ, എമൗണ്ട് എത്രയാണെന്ന് ആദ്യം ഫിക്സ് ചെയ്യും. 25,000 രൂപ തരാം. രാജാവിന്റെ കത്തി എന്ന് വിചാരിച്ച അടുക്കളയിൽ പച്ചക്കറി മുറിക്കുന്നതാണെന്ന് വിചാരിച്ചു. പിന്നെന്താണാവോ? ഇതിന്റെ വാല്യൂ എന്താണെന്ന് കാണണോ? ദേ കണ്ടു. പരമ്പരാഗതമായി രാജകൊട്ടാരത്തിൽ സൂക്ഷിച്ചിരുന്ന കത്തി കാണാതായിരിക്കുന്നു. അതിനാൽ ഗജപതി നഗരം ആനന്ദ ഗജപതി രാജുവിന്റെ വിവാഹം മുടങ്ങി. ആ കത്തിയില്ലാതെ ഇതുവരെ ഇനി ഈ കത്തി വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് തിരിച്ചു കൊടുത്തേക്കാം. ഈ കല്യാണം നീ കാരണം മുടങ്ങിയെന്ന് അറിഞ്ഞാലുണ്ടല്ലോ അഴി എണ്ണേണ്ടി വരും. കൃഷ്ണ, 25,000 ഞാനങ്ങ് തരും, ഒരു മാറ്റവും ഇല്ല. അല്ലെങ്കിൽ നീ കൊണ്ടുപോയിക്കോ. എന്നാ ശരി, നടക്കട്ടെ. ഇന്നാ പിടിച്ചോ. എത്രയായി? 100 രൂപ. പാക്ക് ചെയ്ത് വെക്ക്, വീണ്ടും വരാം. ശരി. കുട്ടിയായിരുന്ന നാളു തൊട്ടേ മൊട്ടുപോൽ വിരിഞ്ഞ മോഹമല്ലേ മീശ വച്ച നായകന്റെ ഉള്ളിൽ കേറി വാ. നിന്റെ കിട്ട മോഹം ഇങ്ങ് വേണ്ട, ഗൂഢതന്ത്ര മുട്ടു കാട്ടിടേണ്ട, നീ എടുപ്പിൽ വെച്ച് വെള്ളം മാറ്റടാ. തകരം പോൽ കാണാനെന്നെ നീ തട്ടാനെന്നേ അനുമാനെ നിന്നുള്ളത്തെ അനുമാനങ്ങൾ തെറ്റും. എന്താണിവനല്ലേ നായകൻ, ഫ്രെയിമെല്ലാം സൂപ്പർ, എതിരിട്ടുവെന്നാൽ എന്നും ഡേഞ്ചറാ. പിണങ്ങല്ലേ? എന്റെ ഭാര്യ ഇന്നലെ രാത്രി വീട്ടിലെത്താൻ വൈകിയേ. ഒന്നാലും ഞാനകന്നു പോവുകില്ല, ഉള്ളത്തിൽ മദ്ദളം കൊട്ടുകില്ല. ഓവറാക്ഷൻ എന്തിനാണ് സുന്ദരാ, നിന്റെ ലുക്ക് മാറ്റും എന്റെ ഫാദർ. കരളുള്ളിൽ ഉലഞ്ഞത് നിൻ ഫിഗറോ, ഉള്ളിൽ നീ പുസ്തക കവറോ. നീ എന്നോട് കാട്ടുന്ന ടോർച്ചറിനാൽ തകരും ഇനി നിൻ ബോഡി. എൻ പ്രേമത്തിൻ പിച്ചച്ചട്ടിയിൽ ചെറുകല്ലെറിയും പെണ്ണേ. ഇനി വേണ്ട നിൻ കുമ്മാട്ടിക്കളി, പോടാ പെമ്മാഴേ. പാവത്താനായോരെന്നെ നീ കരികൊമ്പൻ പെണ്ണെ ഡോണാക്കി മാറ്റി ഇന്നലെ. ഡേവിഡ്, ഈ ചാനൽ കണ്ട് കണ്ട് ബോറടിക്കാൻ തുടങ്ങി. അവരവിടെ നിന്ന് അനങ്ങൊന്നും തോന്നുന്നില്ല. ഹലോ. മാറ്റണ്ട, ഒരു സൂപ്പർ ചരക്ക് വന്നിട്ടുണ്ട്. അത് ചരക്കല്ലടാ. ഇത്രയും നേരം ടി വി ഓഫ് ആയിരുന്നു. ഈ ഫ്രിഡ്ജില് കറിവേപ്പില ഉണ്ട്, എടുത്തു തരുമോ?
ഏതിനകത്താ ഇടണ്ടേ? ആ കറിക്കകത്തോട്ട് ഇട്ടേക്ക്. ആ ഇട്ടു. സാർ പിസ്സ ആദ്യം എനിക്ക് വേണം. ഞാനാ ഓർഡർ ചെയ്തത്. ഞാൻ തന്നെ മേടിക്കും. ഇല്ല ഞാൻ തന്നെ മേടിക്കും. എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ മേടിക്കും. ഇല്ല പറ്റില്ല. ഞാനിവിടെ അനങ്ങാൻ വിടില്ല. പിസ്സ എവിടെ? സാർ ഞാനൊരു പാവ, എനിക്കിതൊന്നും ശീലമില്ല. സാർ പോയിക്കോട്ടെ. ഞാൻ ആ കറിക്കകത്ത് കറിവേപ്പിലക്ക് അവരെ കഞ്ചാവായിട്ടത്. എന്റെ 1 രൂപ ഇതിനകത്ത് വിട്ടുപോയി. അതിനല്ലേ അവിടെ അങ്ങനെ ഒരു ബോക്സ് വെച്ചിരിക്കണേ. അത് ശരിയാ, പക്ഷെ കോള് കണക്ട് ആയില്ല. അതുകൊണ്ടെന്താണ് 1 ഉറുപ്പിക ഇട്ട് നോക്ക്. 500 രൂപയ്ക്ക് ചേഞ്ച് ഇല്ല. എന്നാലും എന്റെ നാണയം എനിക്ക് കിട്ടണം. അതിനകത്ത് ഒരുപാട് കോയിൻസ് ഉണ്ട്. അതിൽ ഏതാണ് നിന്റെ കോയിൻ എന്ന് വെച്ചാൽ എടുത്തോ. അതെനിക്കറിയാം. താൻ തുറക്ക. താൻ പോയിട്ട് വൈകുന്നേരം വാ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ തരാം. വൈകുന്നേരം ആക്കുന്ന എന്തിനാ? ഏയ് എടാ എന്തുട്ട് കാണിക്കണേ? എന്ത് തോന്നിയ ദിവസം ഇത്? എന്റെ 1 രൂപ. എന്നാ എടുത്തോ. ഹായ് വിവേക്, ഞാനാടാ രമേശ്, കോപ്പി കാറ്റ്. സുഖാണോ? നന്നായിരിക്കുന്നടാ. നീ എങ്ങനെ എന്ത് ചെയ്യുന്നു? ജോബ് ട്രയൽസ്. എന്ത് ക്ലാസ് ടോപ്പറിന് ഇതുവരെ ജോലി കിട്ടിയില്ലെന്നോ? നിന്റെ കണ്ട് കോപ്പി അടിച്ച് ഞാനിന്ന് സെറ്റിൽ ആയല്ലോടാ. സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറെക്കാളും പൈറസി എടുക്കുന്നവന്മാരല്ലേ നന്നായിരിക്കുന്നേ. നിന്നെ കോപ്പി അടിച്ച് എഴുതിയ ഇവൻ നന്നായി, എന്നിട്ട് ഇവൻ എപ്പോഴും വഴിയാധാരം. എടാ സതീഷേ, എന്തായി പറയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല. വയറെന്തൊരു സ്വസ്ഥത. വിവേക്, മണി പ്രോബ്ലം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലടാ. ജോലി ഇല്ലാത്തവരുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നിന്നോടുള്ള കടപ്പാട് നീ ഇത് വെച്ചോ. എന്താ നീ ഇത്തിരി ആത്മാഭിമാനമുള്ള കൂട്ടത്തില്ല. ഇത് തിരിച്ചു തരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 9505688888. ഹലോ, പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. മച്ചു, നമുക്കൊരു പുതിയ ATM കിട്ടിയാലോ? അയ്യടാ, ശരിക്കുള്ള ATM എത്തി. വാ. എന്ത് പറ്റിയടി? എന്താ ഇത്ര ലേറ്റ് ആയത്? നിനക്കെന്താ മോനെ, ബാച്ചിലർ ലൈഫ് അല്ലേ? എനിക്ക് മമ്മിയോട് റീസൺ പറയണം, ഡാഡിയോട് പെർമിഷൻ ചോദിക്കണം. എനിക്ക് ചായയും പോണ്ടി ഓർഡർ ചെയ്യണം. വിശന്നിട്ട് വയ്യടാ. എന്തൊരു തീറ്റയാടാ ഇത്? ഫിക്സ് ചെയ്തിട്ടില്ല. എങ്ങനെയും തിന്നാൻ പാടില്ല. ക്യൂട്ട് അല്ലേ നോക്കിക്കേ. സോ പ്രിറ്റി. 499 വാങ്ങിക്കാൻ പോവാനോടാ. കയ്യിലുള്ള കാശ് മുഴുവൻ തീരുവേ. ഒന്ന് ചുമ്മാരിയടാ. വെരി നൈസ്, വെരി നൈസ്. കഫേയിലേക്ക് പോ, സമയം വന്നു. ഓക്കേ, വെരി നൈസ്, വെരി നൈസ്. നടക്ക്. ഞാനൊരു അഡ്വക്കേറ്റായിട്ടല്ല സംസാരിക്കുന്നത്. ഈ അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ചില ചുമതലകളുണ്ട്. ഇപ്പം എന്റെ ക്ലയൻസിന്റെ കോൾസിനേക്കാൾ കൂടുതൽ നിങ്ങളെ വെക്കേറ്റ് ചെയ്യിക്കാനുള്ള കോൾസാണ് വരുന്നത്. ഇവിടെ അത്രയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതെന്താ ഉരുണ്ടിരിക്കുന്ന വാട്ടുപോലുണ്ടല്ലോ. മാം, ഇത്ര ഷോർട്ട് ടൈമിൽ വെക്കേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അസ്. ഡ്യൂഡ്, വല്ല എഫക്റ്റും ഉണ്ടോടാ? ഒന്നുമില്ല, ജസ്റ്റ്. ഡ്യൂഡ്, എഫക്റ്റ് വല്ലതും ഉണ്ടോടാ? ഒന്നുമില്ല, ജസ്റ്റ്. ഡ്യൂഡ്, എഫക്റ്റ് വല്ലതും ഉണ്ടോടാ? ഒന്നുമില്ല, ജസ്റ്റ്. ജോലി പെട്ടെന്ന് കിട്ടും, പക്ഷെ താമസിക്കാൻ ഒരു വീട് കിട്ടുന്ന കാര്യം പ്രയാസ. നീ എന്തായി കാണിക്കുന്നത്? കുറെ നേരമായി ഷവർ ഓപ്പൺ ചെയ്തിട്ട് വെള്ളം വരുന്നില്ലെന്നേ. അതിനിങ്ങനെ
ഡോറിന്റെ നോബ് തിരിച്ച വെള്ളം വരുമോ? അകത്ത് കയറി ഷവർ ഓപ്പൺ ചെയ്യടാ, പോടാ. ശോ. കരുതി നാട്ടുകാർ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. 4 പേരും പൂക്കളാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. മാം, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളൂ. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. പെട്ടെന്ന് കാര്യം തീർത്തിട്ടെങ്കിൽ പോന്നേക്കണം. പറയുന്നത് കേട്ടോ. എൻട്രി എക്സ്പെക്ട് ചെയ്തില്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താടി കൊറിയൻ സിനിമയും കണ്ടോണ്ടിരിക്കുക? ഇനി വല്ല ഡയറക്ടറുമാകാനുള്ള ഭാവമാണോ? ഓ, ഇനി അതുകൂടി കാണാനുള്ള ഗതികേടുണ്ടാവോ? നിനക്ക് മാനേഴ്സ് അറിയില്ലേ? അതറിയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമോ? ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങനെ കയറി വരുമോ? ഒച്ച വെച്ച് എല്ലാരും വിളിച്ചു കൂട്ടുവേ. ഒച്ചവയ്ക്ക് വീട്ടിലെല്ലാവരും വിളിക്കും. ഞാൻ ഈ സമയത്തൊന്നും എന്റെ ബെഡ്റൂമിലേക്ക് എന്തിനു വന്നൊന്നും ആരും ചിന്തിക്കില്ല. നമ്മൾ ഈ ബെഡ്റൂമിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് എല്ലാവരും വിചാരിക്കും. എന്തുത്തരം പറയും? കൊറിയൻ സിനിമ കാണുമായിരുന്നു പറയൂ. വിശ്വസിക്കാൻ പോണില്ല. കഷ്ടം, പെണ്ണ് പേര് ദോഷം ഉണ്ടാക്കിയെന്ന് പറയും. അതിരിക്കട്ടെ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഹാപ്പി ബർത്ത്ഡേ. അത് കാലത്ത് പറഞ്ഞ പോരെ, ഇപ്പൊ പറയണോ? സൂര്യന് ഡേ ടൈം, ചന്ദ്രന് നൈറ്റ് ടൈം, ഈ ഡോണിന് എനി ടൈം. അയ്യോടാ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. രാത്രി ഇവിടം വരെ വന്നതല്ലേടി, വെറും കൈയോടെ തിരിച്ചയക്കല്ലേ. ഒരു ഉമ്മയെങ്കിലും താടി വേണേ. എന്തോടാ നീ കുറച്ച് ഓവർ ആവുന്നുണ്ടല്ലോ. ഞാൻ നിന്റെ ആരാന്ന് നിന്റെ വിചാരം? മുറി കയറി വരുന്ന ഒരു മെസ്സേജ് ഇട്ടാ പോരായിരുന്നു നിനക്ക്? ശരിക്കും നിന്റെ അസുഖം എന്താണ്? ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണല്ലോ. ഡാഡിയോട് പറഞ്ഞ നിന്നെ കൊന്നുകളയും. ഇന്ന എന്റെ ചക്രയല്ലേ. അവൻ പോയോ? ഏതാടി അവൻ? വല്ല ചൈനക്കാരനാണോ? ചൈനക്കാരനൊന്നുമല്ല. ചെറുപ്പം തൊട്ട് എൻ്റെ കൂടെ ഈ വീട്ടിലൊരു തെമ്മാടി ഉണ്ടെന്ന് പറയാറില്ലായിരുന്നോ? അവനാ വന്നിട്ട് പോയെ. കൃഷ്ണയാണോ? അതെ. എന്തിനു സുഖടാ? ഈ സമയത്താണോ? ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാ. നാളെ കാലത്ത് തന്നാ പോരെ? ഇങ്ങനെയുള്ളവരെ എൻകറേജ് ചെയ്യാൻ പാടില്ല. ആണല്ലോ, നീ ഒന്ന് പോയി തന്നാ ഞാൻ വാതിലടച്ചോളാം. അതേടി, എനിക്ക് നേരെ തിരിഞ്ഞു. ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, തന്നിട്ട് പോയേക്കാം. എന്നിട്ട് എവിടെ? എന്തു പറ്റി? നിന്നോണ്ട് ഉറങ്ങാൻ തുടങ്ങാ? ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് എക്സ്പയറി ഡേറ്റ് ആയി പോയി. ഹാപ്പി ബർത്ത്ഡേ. നാളെ കാലത്ത് കഫേയിൽ കാണാം. റൊമാൻറ്റിക് സീൻ. ഒറ്റയ്ക്കിരുന്ന് അർമാദിച്ച് ആസ്വദിക്കും. ചേച്ചി വട്ടാവക്ക് എന്റെ റൊമാൻസ് മനസ്സിലാക്കുന്നില്ല. കൊറിയൻ സിനിമ കാണുന്നു. ആദ്യ രാത്രിക്ക് ഇങ്ങോട്ട് വന്ന് എന്നെ വേണം പറയാൻ. പണ്ടാരക്കാലേ.
ശ്രീലക്ഷ്മി. തനന തനാനാനാനന തനന തനാനാനാനന തനനാനന തനനാനന തനന തനനാനനാനന. എന്താണ്? മനസ്സിൽ കുളിർ പൂച്ചൂടിയോ മധുരം നിലാവായി നൽകിയോ അതരം തൊടും അനുരാഗമേ ഇരവിൻ ഇതൾ വിളക്കു നീ തരുമോ? നിന്നിലും എന്നിലും ഇടനെഞ്ചലകൾ ഏകമായി താളമായി താതമായി പ്രണയം പകരുകയാ. ആരും കാണാ കണ്ണേ നിന്നെ തേനൊട്ടാം ആകാശത്തിൽ താരം പോലെ താരാട്ടാം. ആരാരും മോഹിക്കും ആശപ്പൂവല്ലിനി പ്രേമത്തിൻ പൂങ്കുറുമ്പായി നാം തുടിക്കാം. ഞാനെന്നും നീയാ മഞ്ഞിൻ മെയിൽ മെല്ലെ ചായും നേരം ഒരു മുന്തിരി നീരാ എന്തോ നെഞ്ചിൽ തുളുമ്പും. അല്ലിപ്പൂവേ നീയാണെന്നും ആനന്ദം അന്നൽ കണ്ണിൽ നീ ചാഞ്ചാടും പൂമഞ്ചം തത്തമ്മ ചുണ്ടാലെ മുത്തങ്ങൾ നൽകുമ്പോൾ മുത്താടും സ്വപ്നത്തിൻ താരകങ്ങൾ തെന്നക്കൽ ശില്പം നീ എൻ വെൺമേഘത്തിൻ വർണ്ണത്തൂവൽ നീ ഇല്ലാതുണ്ടോ എന്നിൽ സ്നേഹപ്പൂക്കാലം. സിനിമയിൽ ഇങ്ങനെയുള്ള ഓരോ രംഗം കാണുമ്പോൾ നമ്മൾ കളിയാക്കെങ്കിലും അതൊക്കെ ശരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. ഇതിപ്പോ എന്റെ പ്രൊഫഷൻ ആവുന്ന എന്റെ പേടി. മിനിങ്ങാന്ന് അപ്പുറത്തെ ചേച്ചി അവരുടെ ഇസ്തിരിപ്പെട്ടി കേടായി മൊന്തം കൊണ്ട് ഇസ്തിരി കൊടുത്ത 1 രൂപ തരാമെന്നോട് പറഞ്ഞതാ. എടാ ഈ മൊന്ത കൊണ്ടുള്ള ഇസ്തിരിയും തുണിയലക്കലൊക്കെ ബാച്ചിലർ ലൈഫിലേ ഉണ്ടാവും. അത് ഒരു സുഖമല്ല, എൻജോയ്. അത് ശരിയാ, മൺഡേ വരെ എൻജോയ് ചെയ്തോ, പിന്നീട് അങ്ങോട്ട് ബാച്ചിലർ ലൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ശരിക്കും എൻജോയ് ചെയ്തോ. എന്താടി എന്താ നേരം എടുക്കും മുമ്പ് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇറങ്ങി പോവേണ്ടി വന്നേക്കും. തൽക്കാലം ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് എന്റെ കല്യാണം നടക്കും. തന്തപ്പടി ചെക്കനെ നോക്കിയോ? ഡാഡി അത് തീരുമാനിക്കുന്ന മൂഡില്ല. എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടെത്തി ഡാഡിയോട് പ്രപ്പോസ് ചെയ്യ വിവേക്. ഞാനും ശ്രമിക്കുന്നുണ്ടല്ലോ ശ്രീ. ഇന്നലെ പോയ ഇന്റർവ്യൂവിന് എന്താ പറ്റിയേ?
കണക്ക് 69 ഇത് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു മാർക്കറ്റിംഗ് ജോബിന്റെ കാര്യം പറഞ്ഞില്ലേ? IT പഠിച്ചിട്ട് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാനാ? ജീവിക്കാൻ എന്തെങ്കിലും ഒരു തൊഴിൽ പോരെ? ആ ATMന്റെ മുമ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡിനെ കണ്ടോ? ഹലോ, സെക്യൂരിറ്റി ഗാർഡ് നൈറ്റ് വാച്ച്മാൻ ആവാൻ ഞാൻ +2 ഫെയിൽ അല്ല. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ പ്രായത്തിൽ അയാൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? റിട്ടയർമെന്റ് കഴിഞ്ഞ ആളാ, കിട്ടുന്ന പെൻഷനും കൊണ്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അയാൾ അങ്ങനെ ചിന്തിച്ചില്ല. എന്ത് ജോലിയാണെങ്കിലും അതിന് അതിൻ്റെതായ അന്തസ്സുണ്ട് വിവേക്. അല്ല, ഞാൻ നിന്നോട് ലക്ഷങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു ജോബ്, എന്റെ ഡാഡിയെ കൺവിൻസ് ചെയ്യാൻ. ടൈം ഈസ് റണ്ണിങ് ഔട്ട് വിവേക്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. എന്നെ മറക്കാൻ നിനക്ക് ഒത്തിരി സമയം വേണ്ടി വരില്ലായിരിക്കാം. പക്ഷെ നിന്നെ മറക്കാൻ ഈ ജന്മം എനിക്ക് പറ്റിയെന്ന് വരില്ല. ബൈ. പ്രേമിക്കുന്നതിനേക്കാളും വലിയ ബാധ്യത ഈ ലോകത്ത് വേറൊന്നുമില്ലടാ. ഇവള് ചോദിക്കുന്ന കേട്ടാ എനിക്കൊരു ഉത്തരവാദിത്വം തോന്നുമല്ലോ. അല്ല, ഇവക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം നിങ്ങൾക്ക് മതിയാവില്ലടാ. അതൊക്കെ പോട്ടെ മച്ചാ, ഞാൻ ഒരു ഐഡിയ പറയട്ടെ. എന്നെ വഴക്കും പറയരുത്, ചെയ്യലൊന്നും പറയരുത്. എന്ത് പറ്റിയടാ? എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞു? എന്ത് ചെയ്യാനളിയാ, ഇവന്റെ ജീവിതം ഒരു പ്രതിസന്ധിയില്ല. നീ ഇവനൊന്ന് സഹായിക്കണം. എന്താടാ, പ്രണയ നൈരാശ്യമാണോ? ജോലി ഇല്ലെങ്കിൽ എല്ലാം പ്രശ്നമാണല്ലോ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. ഇവനൊരു ജോലി വേണം. ജോലി കിട്ടണമെങ്കിൽ 2 ലക്ഷം വേണം. ആ 2 ലക്ഷം നിനക്ക് മറയ്ക്കാൻ പറ്റിയ ജോലി ഇടുമ്പോൾ തിരിച്ചു തരും. അല്ല, ഞാനെന്താ വലിയ ഉദ്യോഗസ്ഥനാണെന്നാണ് വിചാരം? പിന്നല്ലേ, ടോപ്പ് റാങ്ക് മേടിച്ച നിനക്ക് ജോലിയില്ല, പിന്നെയാണോ എനിക്ക്? മിനിഞ്ഞാൻ തന്ന 500 രൂപ എവിടെ? അത് മിനിങ്ങാൻ തന്നെ ചെലവായി പോയി. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു 2000 തരാം, ബാക്കി ഉണ്ടെങ്കിൽ തിരിച്ചു തന്നാ മതി. ഇതെന്താടാ? ഇതേ കള്ളനോട്ടാ. കള്ളനോട്ടോ? അപ്പോ നീ അന്ന് തന്നത്? അതും കള്ളനോട്ടാടാ. ഇതാണ് എന്റെ ബിസിനസ്. എന്റെ അമ്മ, ഇത് പണിയായല്ലോ. അന്ന് കവലി വെച്ച് കണ്ടപ്പോ ഇവനെ കണ്ട് കോപ്പിടിച്ചിട്ടാണെങ്കിലും സെറ്റിലായെന്ന് പറഞ്ഞത് വെറുതെ അങ്ങ് കാച്ചതായിരുന്നോ? പിന്നല്ലാതെ, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? കള്ളനോട്ടിന്റെ ബിസിനസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നീ പണ്ടേ വിശ്വസിക്കാൻ കൊള്ളാത്തവനായിരുന്നു. ഞങ്ങൾക്കാ തെറ്റുപറ്റിയത്. കോപ്പി അടിച്ചതിന് കള്ളനാവാനല്ലേ പറ്റൂ, മമ്മൂട്ടിയൊന്നും ആകാൻ പറ്റില്ലല്ലോ. ഇതിലെന്താടാ തെറ്റ്? ദിവസം എന്റെ ബോസ് എനിക്ക് 5 കള്ളനോട്ട് തരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് മാറ്റണം. 3 എണ്ണം കൊടുത്താൽ മതി, 2 എണ്ണം എനിക്കും. 30,000 മാസം കിട്ടും. ഇത് ഇല്ലീഗലല്ലേ? ഇന്ത്യയിൽ പിടിക്കപ്പെടുന്നത് വരെ എല്ലാം ലീഗലാടാ. എടാ, ഇത് പരിപാടി കൊള്ളാലോ. പിടിക്കപ്പെട്ട ഇനിയും നന്നായിരിക്കും. എന്ത് ജോലിയല്ല എന്താ, കാശുണ്ടാക്കി കഴിഞ്ഞ എല്ലാം മാഞ്ഞു വെക്കോളും. ഇനിയൊന്നും ആലോചിക്കണ്ട. ഇത് ഇപ്പൊ പോംവഴിയുള്ളൂ. ഒരു ട്രയൽ നോക്കാം, വിജയിച്ചാ ഓക്കെ. പരാജയപ്പെട്ടാലോ? ഇപ്പോഴത്തെ അവസ്ഥക്കാളും ദയനീയമാവില്ല. എന്തായാലും നീ ഒന്ന് സമ്മതിച്ച് തന്നാ മതി. രമേശേ, ഇവൻ സമ്മതിച്ചോളൂ. നീ പ്രൊസീഡ് ചെയ്. എന്നാ ശരി, രണ്ടുപേരും ഇപ്പൊ തന്നെ പോര്. എന്റെ ബോസിനെ പരിചയപ്പെടുത്താം. ഇതിന്റെ പുറകിൽ വേറെ ആളുണ്ടോ? வந்து என்னோடு கலந்து விடு. ഉയരെന്ന തമിഴ് ജീവനെന്ന ജീവൻ എത്ര വിലപ്പെട്ടതാണെന്ന് അറിയാവുന്ന ഒരാളാ ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. എന്തൊരു വരികളല്ലേ. ഉയരേ ഉയരേ. ഇപ്പൊ പറയടാ. സത്യമായിട്ടും ഞാൻ മലപ്പുറം ചെയ്തല്ല ചേട്ടൻ. കുറെ നാളായിട്ട് മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനാണ്. ഇളയരാജയാണോ ഗ്രേറ്റ് അതോ AR റഹ്മാനാണോ? ഇവനും എന്തൊക്കെയോ കൺഫ്യൂഷൻ ഉണ്ട്. ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ. നല്ലൊരു മെലഡി സോങ് പ്ലേ ചെയ്. ഈ ചേട്ടൻ തമ്പുരാനോട് യാതൊരു ബഹുമാനമില്ല നിനക്ക്. എന്നെ ചതിക്കുന്നവരോട് പോലും ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്റെ ഇമോഷൻസിന് ഹേർട്ട് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. ഇവനെ പെറുക്കി പുറത്തു കളയണം. ഇനി പറയടാ. രണ്ടുപേരും ഗ്രേറ്റ് ആണ് ചേട്ടൻ. ഞാൻ ചോദിച്ചത് അതല്ല, ആരാണ് ഗ്രേറ്റ് എന്ന് എനിക്കറിയണ്ട. എന്നെ എന്തിനാടാ നീ ചതിക്കാൻ ശ്രമിച്ചത്? അറിയാതെ പറ്റിപ്പോയതാ ചേട്ടൻ തമ്പുരാനെ. ഈ ചേട്ടൻ തമ്പുരാന് ചതിച്ചാലും അനിയൻ തമ്പുരാന്റെ CD പൈറേറ്റ് ചെയ്താലും ഇതായിരിക്കണം ശിക്ഷ. ഇതെല്ലാവരും അറിയട്ടെ. ലോകം മുഴുവനും ഇത് മനസ്സിലാക്കണം.
ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നല്ലോ മച്ചു. ആക്സിഡന്റ് അല്ലടാ, മേഡറാ. മേഡറോ? ആര് ചെയ്തതാ? വേറെ ആര്? നമ്മുടെ ചേട്ടൻ തമ്പുരാൻ. ഇവിടെ എന്താ കൊലപാതകം നടക്കൂ? ചേട്ടൻ തമ്പുരാനോട് വിശ്വാസവഞ്ചന കാണിച്ചാലുള്ള ശിക്ഷയാണിത്. ഡാടാ, ഇവിടേക്ക് എൻട്രി മാത്രമേ ഉള്ളൂ, എക്സിറ്റ് ഇല്ല. ഓപ്ഷനില്ല, ചോയ്സും ഇല്ല. വാ പോയേക്കാം. മച്ചു നീ പോയിട്ടോടാ, പിച്ചെടുത്താലും ജീവിച്ചിരിക്കാനാ. ജോലി കിട്ടിയെങ്കിലോ? വാടാ. എന്റെ ദൈവമേ കാത്തോളണേ. എടാ, ഈ 500 രൂപയുടെ നോട്ടിലെ ഗാന്ധിക്ക് പകരം ചേട്ടൻ തമ്പുരാന്റെ ഫോട്ടോ ആയിരുന്നെങ്കിലോ? നമ്മൾ ഉണ്ടാക്കുന്നല്ലേ. നന്നായിരിക്കും ചേട്ടൻ തമ്പുരാനെ, മാറ്റാൻ പറയട്ടെ. തമ്പുരാന് നമസ്കാരം. ചേട്ടൻ തമ്പുരാന്, ഇത് നമ്മുടെ കൂട്ടുകാരാ. കുറച്ച് ബുദ്ധിമുട്ടില്ല. തമ്പുരാൻ എന്തെങ്കിലും ജോലിയോ പണമോ കൊടുത്ത് സഹായിച്ചാൽ നന്നായിരുന്നു. ആള് കണ്ടിട്ടൊരു പാവമാണല്ലോ. നമ്മുടെ ജോലിക്കൊക്കെ ഇവൻ ശരിയാവോ? സർ, ആക്ച്വലി ഐ ബിലീവ് ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഐ ക്യാൻ ഡു എനി കൈൻഡ് ഓഫ് ജോബ് സർ. ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂവിലൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഞാനായിരുന്നു ഫസ്റ്റ്. ഇപ്പൊ നടത്തിക്കേ ഗ്രൂപ്പ് ഡിസ്കഷൻ. സാർ, ഇതിപ്പോ ഗുണ്ടാ ഡിസ്കഷൻ അല്ലേ? കാര്യങ്ങളൊക്കെ അറിയാലോ. അറിയാം സാർ. സാറിന്റെ നോട്ട് ഒരു 5 എണ്ണം തരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് മാറ്റിയ ഒറിജിനലിന് 3, സാറിന് 2 എനിക്കും. പിന്നെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടമായി. പണി പാളരുത്. താളപ്പിഴകൾ ഞാൻ ക്ഷമിക്കാറില്ല. വിട്ടോ? ഇത് വീടാണോ അതോ മ്യൂസിയം ആണോ? രണ്ടുമല്ല, ഇത് ഗജപതി രാജുവിന്റെ ഗസ്റ്റ് ഹൗസ് ആണ്. ഗസ്റ്റ് ഹൗസോ? ഇവിടുന്ന് നമ്മൾ എന്തടിച്ചു മാറ്റാനാ? ഓൾഡ് പിസ്റ്റൾ. പിസ്റ്റല്? എടാ വേണ്ട, രാജാവിനെ തൊട്ട് കളിക്കണ്ട. അന്ന് കത്തി, ഇന്ന് പിസ്റ്റല്. രാജകുടുംബമാണെന്നുള്ള ചിന്ത വേണം. അതിനിപ്പോ എന്താടാ, രാജാവിനെ പുലിയെ വേട്ടയിടാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഈ പിസ്റ്റൾ രാജാവിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അമ്പമ്മൽ ഉപയോഗിച്ചിരുന്ന രാജാവിന് ഈ പിസ്റ്റൾ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. സന്തോഷം കൂടി രാജാവ് കാഞ്ചു വലിച്ചു. എന്നിട്ട് എന്താ പറ്റിയേ? ഭസ്മാസുരന്റെ കഥ പോലെ പിസ്റ്റൾ സമ്മാനിച്ച ബ്രിട്ടീഷുകാരൻ രാജാവിന്റെ വെടിയുണ്ടാക്കിരയായി. അവിടെ വെച്ചാൽ അയാളുടെ കാറ്റ്. എന്റെ അമ്മേ, ചോദിക്കണ്ടായിരുന്നു. ഈ രാജാവ് മോശക്കാരനല്ലോ. എന്താടാ? എന്നാലും അമ്മാവന് ഇപ്പൊ പിസ്റ്റൾ എന്തിനാ? നമ്മുടെ മാളിന്റെ മുന്നിൽ ഒരു ആന്റിക് മ്യൂസിയം കിട്ടുന്നുണ്ട്. മ്യൂസിയം എന്താണെന്ന് അറിയാം. ഈ ആന്റിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ആന്റിക് മ്യൂസിയം എന്ന് പറഞ്ഞ പുരാതന വസ്തുക്കൾ വയ്ക്കുന്ന സ്ഥലം. അത് ശരി. എന്നാ പിന്നെ അമ്മാവന്റെ വീട്ടിലെ മുത്തശ്ശിയെ കൊണ്ടിരുത്തിയ പോലെ സൂപ്പർ ആന്റിക് പീസ് അല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒരു പ്രതിമയെ പോലെ നിൽക്കേണ്ടി വന്നേനെ. കിളവനെങ്ങാനും എന്നെ കെട്ടുന്നെങ്കിൽ അപ്പൊ എന്നെ തല്ലിക്കൊന്നേനെ. നീ വരാൻ നോക്ക്. ഇത്രയും വലിയ വീട്ടിനകത്തുനിന്ന് എവിടെ നിന്ന് നീ പെസ്റ്റിൽ കണ്ടെത്തുക? പോവാ. നീ പോടാ. പിസ്റ്റൽ വേണ്ട, ഇവിടെ ഇരിപ്പുണ്ടാ. അമ്മാവാ, ഒത്തിരി കഷ്ടപ്പെട്ട ഇതെടുത്ത് നോക്കി കണ്ടൊക്കെ ചെയ്യുന്നേ. 40, 60 പറ്റില്ല. നിർത്ത്. ഈ ഡോൺ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് മറുവാക്ക് പറയാൻ പാടില്ല. ഇങ്ങോട്ടൊക്കെ 50,000 ഫിക്സ്. പ്രൈസ് ഫിക്സ് ചെയ്ത പോലെ പൊസിഷൻ എപ്പോഴാണാവോ ഫിക്സ് ചെയ്യുന്നത്? ഈ 50 കൊണ്ട് അംബാനിയാകാൻ പറ്റും, ഡോൺ ആകാൻ പറ്റില്ല. അതിനെത്ര വേണാവോ?
ഫ്ലൈറ്റിനും ദുബായ് ഡോണിനും മൊത്തം 10 ലക്ഷം. ഇതൊരു പെങ്കൊച്ചിന്റെ കയ്യാ. ഈ കയ്യേലുള്ള വിരലുകൾ കണ്ടോ? അതിൽ ഒരു വിരലിൽ ഒരു മോതിരമുണ്ട്. ആഫ്രിക്കൻ റെയർ ഡയമണ്ട്. ജോസാൽക്കസിന്റെ ഷോപ്പിലിരിപ്പുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു പണക്കാരൻ അത് വാങ്ങിക്കൊണ്ട് പോകും. അവനത് വാങ്ങിക്കാൻ മാത്രമേ പാടുള്ളൂ. അതെന്റെ കയ്യിലെത്തിച്ചാൽ 30 ലക്ഷം തരാം. അതോടെ കൃഷ് ഡോണായി മാറും. വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ റിങ് അമ്മാവന്റെ കയ്യിലുണ്ടാകും. എനിക്കുള്ള 30 ലക്ഷം റെഡിയാക്കി വെച്ചോ. മറ്റൊരു ടെൻഷൻ കൂടി വരുക. നമ്മൾ മറ്റേ റിസർവ് ബാങ്കിന്റെ അല്ല, ചേട്ടൻ നമ്പരെ നോട്ടാണെന്ന് ഓർത്തോണം. എന്റെ ഭഗവാനെ, ഇതെന്താടോ? ഷാമ്പുവാ. അയ്യോ സാറായിരുന്നു, ഞാൻ കണ്ടില്ല. മറ്റു തകത്തേക്ക് വെച്ചേക്കടാ. സമയം ശരിയല്ല, പുറകോട്ട് നോക്ക്. മറ്റു സൂക്ഷിക്കണേ. കാശാണോ കാർഡാണോ? കാർഡോടെ? പേഴ്സ് എവിടെ? യു ഡിഡ്ന്റ് ബ്രിങ്? ഐ ഡോണ്ട് ബ്രിങ്. ഷോ, എപ്പോഴും ഇത് തന്നെ സെയിം അല്ലേ? സാർ അങ്ങ് ക്ഷമിച്ചേ. വിട്ടു പോ. സാർ ഇത് വേണമെങ്കിൽ പിടിച്ചോ, ഞങ്ങള് പിന്നെ പിടിച്ചോളാം. ഒരു തോരന് ഒരു സാമ്പാർ എടുത്തോ. ആയിക്കോട്ടെ. തോരന് 10 രൂപ, സാമ്പാറിന് 10 രൂപ, 20 രൂപയായി. 20 പോയ ബാക്കി 450 ഉണ്ടല്ലേ? പെട്ടെന്നാവട്ടെ. അച്ചാർ വേണ്ടായിരുന്നു. അച്ചാറിന് കാശ് വേണ്ട, പുതിയതായിട്ടുണ്ടാക്കിയതാ. നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ വന്ന് വാങ്ങിച്ചോ. കൊണ്ടോക്കോ, മടിക്കണ്ട മോനെ. എന്താടാ, എന്താ പറ്റിയേ? നോട്ട് മാറ്റാൻ എന്താ? ആ പാവം തള്ളയെ പറ്റിക്കണോ? പിന്നെ എവിടെ മാറ്റാനാ? പറ്റിക്കുന്നിടത്ത് തന്നെ മാറ്റാം. നിങ്ങളെ വണ്ടി കൊണ്ട് നീക്കേ. അതെ സാറേ, 500 ചേഞ്ച് ഉണ്ടാവും. നോക്കട്ടെ, എൻ്റെ ഇല്ല, അകത്ത് ചോദിക്കാം. എടാ, നല്ല നോട്ട് ഇങ്ങനെ പരിശോധിക്കുന്നവനെ കള്ളനോട്ട് എങ്ങനെ ഏൽപ്പിക്കും? ഇത് റിസ്കാടാ. വേറെ വല്ലയിടത്തും നോക്കാം. വിട്ടോ. ഈ പണി എനിക്ക് പറ്റിയതല്ല സാർ, സോറി. ഒന്ന് നിന്നേ. നിന്റെ കോൺഫിഡൻസ് ഇഷ്ടപ്പെട്ടതുപോലെ ഈ സിൻസിയറിറ്റി എനിക്കിഷ്ടമായി. എന്താ നിന്റെ പ്രശ്നം? കൈക്കൂലി കൊടുത്താലേ ജോലി കിട്ടുന്നുള്ള അവസ്ഥയാ. എത്രയാ വേണ്ടത്? 2 ലക്ഷം വേണം സാർ. എടുത്തോ. സാർ, ഷൂറിറ്റി തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാർ. ഷ്യൂരിറ്റിക്ക് നീ ഉണ്ടല്ലോ. ഞാനോ? ടാക്സി ഷെഡും പ്രിന്റിംഗ് പ്രസ്സും മാത്രമല്ല, ഈ ചേട്ടൻ തമ്പുരാനും മറ്റൊരു ബിസിനസ്സും കൂടിയുണ്ട്. മനുഷ്യരുടെ അവയവങ്ങൾ വിൽക്കുന്ന ബിസിനസ്. എല്ലാ മാസവും 25,000 വെച്ച് തരണം. അങ്ങനെ തരാൻ പറ്റിയില്ലെങ്കിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നിന്റെ കിഡ്നി, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് നിന്റെ കണ്ണുകൾ, മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് കറക്റ്റായിട്ട് തരാം സാർ. മച്ചു, നിനക്ക് വട്ടാണോ? 2 ലക്ഷത്തിന് നിന്റെ അവയവങ്ങളൊക്കെ വിക്രം തീരുമാനിച്ചോടാ. ജോലി കിട്ടിയ മാസം മാസം കെട്ടാലോടാ. എന്നാലും ഒന്നുമില്ല, നീ വാ. ഡയമണ്ട് റിങ് റെഡിയാണ് കേട്ടോ. പാക്ക് ചെയ്ത് കൊണ്ടുവരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇപ്പൊ വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം. കഷ്ടമാടാ, അകത്ത് ഒത്തിരി ക്യാമറകളുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? കവർ കൊണ്ടുണ്ടോ? പ്ലാൻ എ.
എന്താ ഇത്? സോറി 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 സോറി. എന്താ സാറേ? ഒന്നുമില്ല, നമ്മുടെ കവർ തമ്മിൽ മാറിപ്പോയെന്ന് തോന്നുന്നു. ഓ ശരിയല്ലേ, സോറി. എന്തു പറ്റിയടാ? എല്ലാം റിവേഴ്സ് ആയി പോയടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പ്ലാൻ ബി. ആ കവറിങ്ങതാ, നീ ബൈക്ക് എടുക്ക. ലക്ഷ്മി എത്ര പെട്ടെന്ന് എത്തിയത്? എത്തിയെന്നോ? എവിടെ അവള്? നിന്റെ ഗേൾഫ്രണ്ട് ശ്രീലക്ഷ്മിയെ കുറിച്ചല്ല പറഞ്ഞത്, നിന്റെ കയ്യിലിരിക്കുന്ന ധനലക്ഷ്മിയെ കുറിച്ചാ. ഓ, ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ ലക്ഷ്മി ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. അപ്പൊ ഞാൻ അവിടുന്ന് കഴിക്കട്ടെ. ഞാൻ ചെല്ലേ. ലക്ഷ്മി വന്നാലേ ബില്ലടയ്ക്കാൻ പറ്റൂ. ഹലോ, ഹായ് ശ്രീ. തൽക്കാലം കാശ് ഏർപ്പെടുത്തി. നാളെ ജോലി കയറും. മറ്റന്നാൾ നിന്റെ തന്തയുടെ മരുമോനാവും. ഇത് രണ്ടും കിട്ടിയല്ലേ നിന്റെ തന്ത നിന്നെ എനിക്ക് തരൂ. എന്തായാലും ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതാ. നാളെ കാണാം. ബൈ. ഒന്നുമില്ല, പോ. സാറേ 20 രൂപയുള്ളൂ സാറേ, ഒന്ന് വാങ്ങിക്കും സാറേ. സാറേ അങ്ങനെ പറയില്ല സാറേ, സാറേ 20 രൂപയുള്ളൂ സാർ. നമസ്കാരമുണ്ട്. എന്നെ സാറിന് ഓർമ്മയുണ്ടോ? ഇല്ല. അതെന്താ സാറേ, നമ്മുടെ കവർ എക്സ്ചേഞ്ച് ആയില്ലേ ജോസാലി ബസ്സിൽ വെച്ച്? അത് ഞാനാ. ഇപ്പൊ മനസ്സിലായി. ആ അത് തന്നെ. അത് അവിടെ വെച്ച് തന്നെ പറഞ്ഞാൽ കണ്ടപ്പോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വിൻഡോ അടക്കി, AC വെറുതെ പോകും. വളരെ നന്ദി ചേട്ടാ. ചേട്ടാ ചില്ലറ വേണ്ടേ? ചില്ലറ കാശൊന്നും ഞാൻ സ്വീകരിക്കാറില്ല. വച്ചോ, നിനക്ക് ഇതും കൂടി വെച്ചോ. പോയി ഇറങ്ങോതേക്ക്. താങ്ക്സ് ചേട്ടാ. എന്തു ചെയ്യടാ? നിന്നോട് എന്താ പറ്റിയെന്ന്? കാശിന്റെ കവറ് കയ്യിന്ന് പോയടാ. പോയെന്നോ? എവിടെ പോയി? അവിടെ ആ ഫോൺ ബൂത്തിൽ വെച്ച്. അതെങ്ങനെയാടാ പോയത്? അതെങ്ങനാന്ന് എനിക്കറിയില്ലടാ. ചേട്ടാ, ഒരു ചുവന്ന കവർ കിട്ടിയായിരുന്നോ? ചേട്ടാ, ഒരു ചുവന്ന കവർ എവിടെയെങ്കിലും കിടക്കുന്നു കണ്ടായിരുന്നോ? ഇല്ലല്ലോ. കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. തെരഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. ആരുടെങ്കിലും കൈ കിട്ടിയാ അവരത് തിരിച്ചു തരുമോ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? കാശ് പോയെന്ന് ചേട്ടൻ തമ്പുരാനോട് പറഞ്ഞാലോ? പറയാനോ? അവന്റെ സ്വഭാവം അറിയാലോ. ഇതെങ്ങനെ അവനറിഞ്ഞ കൊന്നുകളയില്ലേ? കൈ കിട്ടിയ കാശ് പോയിന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ അയാള് വിഡ്ഢിയല്ല, ചേട്ടൻ തമ്പുരാനാ. മച്ചു, ഞാനൊരു ഐഡിയ പറയട്ടെ. നീ ഒന്ന് വായടക്ക്. ഇപ്പൊ തന്നെ മതിയായിരിക്കുക. അതാ പറഞ്ഞ, എന്റെ പ്ലാൻ ഫെയിൽ ആയിട്ടില്ല, നിന്റെ കോൺസെൻട്രേഷൻ ഫെയിൽ ആയത്. ഇതൊന്നും ശരിയാവില്ല. പോയത് പോയിന്ന് വിചാരിക്കുക, അടുത്തെന്താണെന്ന് ചിന്തിക്കാം. എന്താ?
അന്ന് ശ്രീലക്ഷ്മി ATM മുമ്പിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ ആ ദൈവത്തിന്റെ പുറകിലെ ATM ശ്രദ്ധിച്ചത്. അതിന് ഒത്തിരി നോക്കണ്ട, പ്യൂർ ആഫ്രിക്കൻ ഒറിജിനൽ ഡയമണ്ട്, വാറണ്ടി കാർഡും ഉണ്ട്. ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ. എന്താണ് അവരൊക്കെ ആരാ? നമ്മുടെ പിള്ളേര് തന്നെ. നീ എന്താന്ന് പറ. റീഡിങ് നടക്കുക. പണയക്കടകളും ജുവലറീസും ആ ടാർഗറ്റ്. അടുത്ത ചേട്ടന്റെ കടയാ. രക്ഷപ്പെടാൻ നോക്ക. അമ്മവാ, ദുബായ് ഫ്ലൈറ്റിന് നേരം വൈകുന്നുണ്ട്. ഡോണിന്റെ കസേരയുടെ വെയിറ്റിംഗ് ആണ്. ഇവന്നൊന്നാവൂല കൊടുക്കത്ത് ദുബായ്. മക്കളെ, ഈ പണം കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. കുറച്ചു നേരത്തേക്ക് ആരുടെയും ഫോൺ എടുത്തേക്കല്ലേ. ഒരു കാര്യം ചെയ്യാം, റൂൾസ് റിവേഴ്സ് ചെയ്യാം. ഞാൻ ചെന്ന് അയാളെ മാനേജ് ചെയ്തോളാം. നീ കാശ് അടിച്ചു മാറ്റേ. ഇതൊക്കെ ഹീറോ ചെയ്യേണ്ട കാര്യോ? ഞാൻ കോമഡിയനാ. തെറ്റി ചിന്നി ചിന്നി പോകാം നന്നായി. കാശിനാണി നെട്ടോട്ടങ്ങൾ പോരൂ ചങ്ങായി. കീശയ്ക്കാണേ വാശി, മീശയ്ക്കുണ്ടേ രാശി. ആശാപാശം കയ്യിൽ കെട്ടി പോകാം പോകാം. ശകലം മാറിപ്പോയാൽ പിന്നെ കാലക്കേടാ. ശരവേഗത്തിൽ എല്ലാം പോകും പിന്നെ നാണക്കേടാ. കരുതി നിന്ന കനി കയ്യിൽ കിട്ടി. കണിക നേരം അതിലെല്ലാം മാറി. പണത്തിൽ പിഴഞ്ഞ പണി ഇവരിതാര് കണി. കയ്യിൽ വന്നു മണി മണി മണി. എന്റെ അമ്മ, നോട്ട് കിട്ടാണല്ലോ. നോക്കിയേ. എങ്ങോട്ടടാ? കാശ് കിട്ടിയില്ലേ? അപ്പൊ അടിച്ചു മാറ്റാ? അടിച്ചു മാറ്റിയ മോഷണമാ. കൈ കിട്ടിയ ഭാഗ്യം. നമ്മൾ മോഷ്ടാക്കളല്ല, ഭാഗ്യവാന്മാരാ. വഴി തെറ്റിപ്പോയാൽ പോലും ചില ഭാഗ്യം കൂടെ പോരും. വരവരുളിയ ധാരാളാവോ പണമൊരു കിഴി കൂടെ കൂടി. അമ്പാനിയാകാൻ യോഗം അമ്പമ്പോ ഉണ്ടേ ഭാഗ്യം. വിധിയാർക്കാണ് അവരുടെ പിന്നാൽ പണവും പെണ്ണും കൂടെ പോകും. ഉലകം എഴുതും കഥയിൽ പുതുതായി പലതും കൂടിച്ചേരുമ്പോൾ ഉരുകിയൊലിച്ച വിയർപ്പില്ലാതെ നേട്ടം നേടാം. കറങ്ങും മണി പകിടയാടും കെണി. തല തിരിഞ്ഞ പുതുലോകം കാണാം. കരുതിടേണം മണി ഉദറിയോടും മണി. ഒടുവിലാരെ കരവേന്തും മണി. ഗൈസ്, എന്താണെന്ന് വെച്ചാ പോയി വാങ്ങിച്ചോ. അതിനിതെന്താ ഷോപ്പിംഗ് മോളാണോ ഷോപ്പിംഗ് ചെയ്യാനായിട്ട്? ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ കൊണ്ടുവന്നിട്ട് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഞാനത് വാങ്ങിക്കാനടാ. ആലോചിച്ച് നോക്ക്. What? വീക്കെൻഡ് അല്ലേ, നഗരത്തിൽ നിന്ന് പുറത്ത് നല്ലൊരു ഫാം ഹൗസിൽ റേവ് പാർട്ടി. Wow, rave party? Guys, you know what? എനിക്ക് കുറച്ച് ഐലാഷസും ലിപ്സ്റ്റിക്കും വേണം. ലെറ്റ്സ് ഗോ. യാ, ബൈ ബേബി. അപ്പോ നമ്മുടെ ഐറ്റം അതിനും വഴി ഉണ്ടാക്കാം. എന്തൊക്കെ വാങ്ങിച്ചാ? ഡ്യൂഡ്, ഞാൻ പറയട്ടെ, വീഡ്, ഹെറോയിൻ, ബാങ്ക്, കോക്ക്. പിന്നെ നോ കോക്ക്, ഓൺലി പെപ്സി. അത് ശരി, എല്ലാം പൊട്ടിച്ചല്ലേ. കഷ്ടമെന്നല്ലാണ്ട് എന്താ പറയാ. എടാ, ഒരെണ്ണം ഒന്നും പറ്റിയില്ലടാ. ദാ ഇവന്റെ നോട്ടം കണ്ട എല്ലാം മനസ്സിലായെന്ന് തോന്നണല്ലോ. ഈശ്വര, പെട്ടെന്ന് കാശ് കൊടുത്തിട്ട് പോവാൻ നോക്കാം. വാ, ലെറ്റ്സ് ഗോ.
പിന്നെ പോലീസ് സ്റ്റേഷനല്ലേ? നല്ല ഫ്രഷ് സാധനമാടാ. ഡ്രൈവിംഗിൽ സ്മോക്ക് ചെയ്യാൻ പോവാണോ? അല്ലല്ല, സ്മോക്ക് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പോവാ. നൈസ് പ്ലേസ്. നല്ല കാലാവസ്ഥ. ഇവര് നന്നാവില്ല. ഇറ്റ്സ് ഓക്കെ ഡി. പെട്ടെന്ന് 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 കത്തിക്കണം. പിടിച്ചോ. Wow, what a kick, man. ഉഗ്രൻ ഡ്യൂഡ്. പോലീസ്. വണ്ടി നിർത്തിക്ക്. ഇപ്പൊ വരാം. പോലീസ് വരുന്നുണ്ട്. ഒന്നും മിണ്ടരുത്. എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. എല്ലാം സേഫ് ആണല്ലോ അല്ലേ? അവര് കാറ് നോട്ടം ഇട്ടിരിക്കുകയാണല്ലോ. ഇടാ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യടാ. ഓവറാക്ഷൻ വേണ്ട. അടുത്തെത്തിടാ. നമ്മൾ തന്നെ എത്ര നേരം ഒഴിക്കോടാ? ഇവിടെ നിങ്ങക്ക് എന്താ പണി? പ്രകൃതി ഞാൻ വിളിച്ചപ്പോ പ്രകൃതിയെ കുറിച്ചല്ല ചോദിച്ചത്. നീ ആ സിപ്പിട്ടെ. ഈ ഹൈവേയിൽ എന്താ പണിയെന്ന്. ഒരു സുഹൃത്തിന്റെ മാരേജിന് വിജയവാഡ പോയിരുന്നു. വിജയവാഡ? ബാംഗ്ലൂർ ഹൈവേ വഴി വിജയവാഡയ്ക്ക് പോകാൻ പറ്റൂടാ? നിന്റെ രണ്ടിന്റെ പേരെന്താണ്? റോക്കി, റോഹൻ. അപ്പൊ അവരുടെ നീൽ, നിക്കി. അപ്പൊ ഞങ്ങൾ രണ്ടും എന്താ ടോം ആൻഡ് ജെറിയാ? എന്താടാ ഇത്? അല്ല, ഞങ്ങൾ വലിച്ചൊന്നുമല്ല. അദ്ദേഹം അത് നമ്മളാണോ പിടിച്ചെന്നല്ല ചോദിച്ചത്, അതെന്താണെന്നാ ചോദിച്ചേ. ഞങ്ങൾക്കറിയില്ല സാർ. അറിയില്ലല്ലേ? ഇല്ല സാർ. സ്റ്റേഷനിലെത്തിയ എല്ലാം തന്നെ അറിഞ്ഞോളൂ. വരുമ്പം കൂടാ മുല്ലപ്പൂവിനെയും പനിനീർപ്പൂവിനെയും കൂട്ടിക്കോ. നല്ല കൂട്ടായിരിക്കും. ഓ, സായിപ്പിന്റെ മക്കളാണോ? ഒരു തെറ്റ് പറ്റിപ്പോയതാണ് സാർ. ഞങ്ങളുടെ ഭാവി ഇല്ലാതായി പോകും സാർ. മിണ്ടരുത്. ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. എന്റെ ഉറങ്ങിക്കാനാണ് വണ്ടി ഓടിക്കുന്നത്. നോക്കി ഓടി. സോറി സാർ. സാർ കാശ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ല, കാശ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ, കാശോ? അത് നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് ആലോചിക്കാം. വണ്ടടിച്ചാടാ വണ്ടടിക്കണ്ടേ? നോക്കി പോടാ. എന്ത് ചേടാ? നിന്നോടാ ചോദിച്ചത് എന്ത് പറ്റിയെന്ന്? ആ കാശിന്റെ കവറ് എവിടെ പോയിന്ന്? ആരോ എടുത്തോണ്ട് പോയി. നിന്നെ നിക്കടാ. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? സാറേ, സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. ആ, ശരിയാടാ. അപ്പൊ അവര് Hey, come on fast. പുറകെ ഒരു ജീപ്പ് കൊണ്ട് നമ്മളെ പിടിച്ചാലോ? വണ്ടിയുടെ കീ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. ഡയമണ്ട് കാശും എല്ലാം കയ്യിലെത്തി. നമ്മുടെ കഷ്ടകാലം ഇതോടെ തീർന്നളിയോ. ഇങ്ങനെയാണെങ്കിൽ ആ ജോസാലുക്കാസിന് കിട്ടി ഒരാഴ്ച കറങ്ങിയാൽ മതി. ആ കട നമുക്ക് വാങ്ങാം. അല്ല പിന്നെ
എടാ ഞാൻ ചുമ്മാ പറഞ്ഞാടാ, പിടിക്കപ്പെട്ട നമ്മളെ നേരെയും കൊണ്ടുപോകും. നീ വണ്ടി നിർത്തല്ലേ, നമുക്ക് ദുബായിലേക്ക് ചാടാം. ബാഗ് കുടിച്ചു. എന്തുപറ്റിയടാ? പെട്രോൾ തീർന്നു തോന്നുന്നടാ. കാലത്ത് പെട്രോൾ അടിക്കാൻ 500 രൂപ തന്നാണല്ലോ. അല്ല, ദുബായിലെത്തിയ പെട്രോൾ ചീപ്പാണല്ലോ. അതുകൊണ്ട് എന്താടാ ചക്കരെ, ദുബായിലെത്തിയിട്ട് പെട്രോൾ അടിക്കുന്നത്? എന്നാ പെട്രോൾ ഒഴിച്ച് എന്നെ കത്തിക്കടാ. കാറ് നോക്കടാ. കീസ് കിട്ടിയടാ. ഇനി എന്തിനാ ആലോചിക്കുന്ന, വിട്ടോളിയാ. പെട്ടെന്ന് കാറിന്റെ ഓണർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം കേറി. പിന്നെ എന്ത് പറ്റിയടാ? ഇപ്പൊ ഒരാടാ. എടാ, കാറിനകത്ത് വേറെ ആരുമില്ലോ, പിന്നെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഒഫീഷ്യലായിട്ട് എടുത്തോണ്ട് പോകാൻ ഇത് നമ്മൾ വാങ്ങിച്ചതൊന്നുമല്ലോ, മോഷ്ടിച്ചതല്ലേ. അത് ശരിയാ. ആരും കാണാതെ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കണം. അതെന്റെ മേലോട്ട് വെച്ചേക്ക്. എന്തായാലും ദുബായ് വരെത്താൻ ഇത്രയൊക്കെ സെക്യൂരിറ്റി മതി. പോയടാ. ബൈക്ക് ഹലോ, എക്സ്ക്യൂസ് മീ, വാലറ്റ് പാർക്കിംഗ്. കാർ സൂക്ഷിച്ചോണം. ടേക്ക് കെയർ, പ്ലീസ് ഗോ. പാർക്കിംഗ് കാരനെന്ന് വിചാരിച്ചു. എസ്കേപ്പ് ആയി. പെട്രോൾ കാണാമല്ലോ അല്ലേ? മാറി നിൽക്കണോ കണ്ണൂടെ? സോറി അയാൾക്ക് മനസ്സിലായില്ല. കാശ് കിട്ടിയെന്ന് സന്തോഷിക്കണോ, പിടിക്കപ്പെടുമെന്ന് പേടിക്കണോന്ന് അറിയില്ല. 20 കിലോമീറ്റർ നടന്നു. സിറ്റിക്കകത്ത് തന്നെ കറങ്ങി കിടന്ന് ആരെങ്കിലും ബാഗ് അന്വേഷിച്ച് വന്നാലോ, അതുകൊണ്ട് ഔട്ട്സ്കേർട്സിലേക്ക് പോകുന്നത്. അല്ല, വിജയവാഡ വരെ നടത്തിക്കണോ പ്ലാൻ? ഹോട്ടലുകൾ ഉണ്ടാ നോക്കണം, വിശന്നിട്ട് വയ്യ. അതിന് കാശ് നിറച്ചുണ്ടല്ലോ, ഒരു കെട്ടയച്ച് തീരുന്ന പണിയല്ലേ ഉള്ളൂ. ഇത് ഡോളേഴ്സ് അല്ലേ, ബസ്സിലും മെസ്സിലൊന്നും മാറ്റാൻ പറ്റില്ല. അതെന്താ, ഇത് കാശല്ലേ, എന്തുകൊണ്ട് മാറില്ല? എടാ കോളിഫ്ലവർ. മുല്ലപ്പൂവാ. ഹലോ 301 സർ, റിപ്പോർട്ടിംഗ് സർ. ആ ചെറുക്കൻ മിസ്സായി സർ. നമ്മുടെ ജീപ്പിനടുത്ത് ആരെല്ലാം ഉണ്ടെന്ന് ഞാൻ നോക്കി. ഓക്കെ സർ. ഓവർ സർ. എടാ, ഇത് നമ്മുടെ ആ കവറുകളുണ്ടല്ലോ. നമ്മൾ തന്നെയാടാ. അടിച്ചു മാറ്റിയത് ഇവനാന്നുള്ളത് ഉറപ്പാ. ആരാണ് നിങ്ങൾ? ഇറങ്ങിക്കേ. മമ്മൂട്ടി, മോഹൻലാൽ, ഷാരൂഖ് ഖാൻ, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അതിനു മുമ്പ് നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കണമല്ലോ. അത്രയ്ക്ക് ധൈര്യം? യെസ്. ഉറപ്പാണല്ലോ? യെസ്. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഇനി അറിഞ്ഞോളാം. അധോലോക സിനിമകളും ഞാനും കുറെ കണ്ടിട്ടുണ്ട്. അധോലോകത്ത് ജീവിക്കണം. മച്ചു, ഇത് ഭാഗ്യമാണോ അതോ അനുഗ്രഹമാണോ? എന്താ സംശയം? കാണാൻ പറയാത്തല്ലോ മറകുണ്ടോ? എന്തേ? അതല്ല മച്ചു, 2 ലക്ഷം പോയെടുത്ത് ബാഗ് നിറയെ $, കിട്ടി. കൂടെ 2 ലക്ഷവും കിട്ടി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? നീ പറ. വിശക്കുന്നടാ. എപ്പോഴും അണ്ണാക്കിലേക്ക് എന്തെങ്കിലും തള്ളണം. വിശപ്പിന്റെ വിളിയാ, വണ്ടി നിർത്തറാ. വേണ്ട, അങ്ങനെ നോക്കല്ലേ. എന്നാ പാട്ടെങ്കിലും കേക്കാം. ഏത് പാട്ടാ ഉള്ളത്? നീ എന്തായി കാണിക്കുന്നത്?
ഇടിച്ചടാ, ഞാൻ ആരോ ഇടിച്ചടാ. ഡേയ് അത് വല്ല പട്ടിയായിരിക്കും. എടാ ഞാൻ കാറ് കൊണ്ടിടിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പോലീസ് വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. വേഗം വാ. വാ, വാ, വാ. ഇറങ്ങി വേടാ. അയ്യോ എന്റെ അമ്മച്ചേ, ചുറ്റും കൊക്കിയാണല്ലോടാ. വീണ പൊടി പോലും കിട്ടില്ലായിരുന്നു. ജസ്റ്റ് മിസ്. ഇന്ന് നല്ല ഭാഗ്യമുള്ള ദിവസാ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതാടാ. ഏത്? അത് കാറുണ്ടോ? ഉണ്ട്. ആൾക്കാര് ഇല്ല ഇല്ല. പിന്നെ എന്തിനാണ് നോക്കി നിൽക്കുന്നത്? വേഗം വേഗം. അത് ശരിയാണല്ലോ. ഇപ്പൊ കാർ എടുക്കാൻ പോയാ പോലീസ് പിടിച്ചോണ്ട് പോയാലോടാ. പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനാണോ? വരണ്ടേ വാ. കാറ്, ബാഗ്, കാറ്, വീണ്ടും കാറ്, വീണ്ടും കാറ്. നിനക്ക് എന്താ പറ്റിയ? വിശക്കുന്നുടാ മച്ചു. മനസ്സിലാക്കില്ലേ? കാർക്കിച്ച് തുപ്പാൻ അങ്ങനെ ഞാനെന്താ പറഞ്ഞത്? എവിടെയെങ്കിലും നിർത്തറാ. വിശപ്പും ദാഹവും എല്ലാം ഉണ്ടറാ. മച്ചാ ദേ ദാബ. വണ്ടി സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഗുഡ് സർവീസ്. ഇത് വെച്ചോ. വണ്ടി എന്താണ് മച്ചു വീണ്ടും എന്താ പറ്റിയേ? കാറങ്ങ് ദൂരെ എത്തിയല്ലോ. അവൻ നമ്മുടെ കാർ എടുത്തോണ്ട് പോയതാണോ? നോക്ക്, നമ്പർ നോക്ക്, നമ്പർ നോക്ക്. ആരും കാണുന്നില്ലല്ലോ. കൃഷ്ണ നിക്കടാ, ഓടാ. 1 2 3 4. താങ്ക് യു ബ്രദർ. ഹാപ്പി ന്യൂ ഇയർ. ബാഗും ചേട്ടൻ നമ്പറിന്റെ പണവും കാറും എല്ലാം കൈ കിട്ടിട്ട് വഴുതി പോയല്ലോടാ. കരയാതിരിക്കടാ. നേരം വെളുക്കട്ടെ RT ഓഫീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ നമ്പർ ഉണ്ടല്ലോ. ഇനി എന്താ മച്ചാ? വിശന്നിട്ട് വയ്യടാ. എടാ, എല്ലാ കഥയ്ക്കും ഒരു അന്ത്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അന്ത്യം ചേട്ടൻ നമ്മുടെ ഗുഹയിലായിരിക്കും. എടാ, ഈ ഗുഹയിൽ നമ്മുടെ സാധനം പുറത്തെടുക്കണമെങ്കിൽ ഗജകേസരി യോഗവും ഭാഗ്യവും മാത്രം പോരടാ. കരാട്ടയും കുംഫും കളരിപ്പേറ്റും എല്ലാം പഠിക്കേണ്ടി വരും. നമ്മുടെ സാധനം പുറത്തെടുക്കാൻ വലിയ പടം. അതല്ല കൊപ്പ ഞാനും പറഞ്ഞത്. മതി, അവനാരും നോക്ക്. ഇയാള് ചേട്ടൻ നമ്പരാൻ്റെ ആള് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ തന്നെ. ആരും കണ്ടില്ല, കണ്ടാലും എനിക്ക് പോയില്ല. എന്തായിട്ടാ ഫോൺ ചെയ്യണം, പെട്ടെന്നാവട്ടെ. തുറക്കടാ. ചേട്ടാ 2 രൂപ ഒരെണ്ണം തന്നാലുണ്ടല്ലോ. മുളച്ച നാല് ഇലയിൽ അപ്പഴത്തെ കണ്ട കൈക്കൂലി വേണമെങ്കിൽ എനിക്കൊരു കെട്ടുതരാ. കെട്ട് കിട്ടിയാൽ ചില്ലറ തരാന്ന് പറഞ്ഞിട്ട്. ഓ എന്റെ അമ്മ, ഇന്നത്തെ അവസ്ഥ വേറെ അന്നത്തെ അവസ്ഥ വേറെ. ഇന്നൊരു ചില്ലിക്കാശ് കയ്യിൽ എടുക്കാനില്ലടാ. നീ ചെല്ല്. ഹലോ ശ്രീലക്ഷ്മി, പെട്ടെന്ന് കഫേയിലേക്ക് ഒരു കാര്യം പറയാനാ. പെട്ടെന്ന് വരണോ? ഏത് ഡ്രസ് ആയിടണ്ടേ? ഇപ്പൊ എനിക്ക് പഞ്ചാര അടിക്കാൻ സമയമില്ലൊന്ന് പെട്ടെന്ന് പാടി പ്ലീസ്. ഹലോ രമേശ്, വിവേക, പെട്ടെന്ന് കഫേയിലേക്ക് വാ. വാടാ പറയാം. അവനിപ്പോ എന്തിനാ വിളിച്ച? ഒരു ചായയും കാപ്പിയും വേസ്റ്റ്. വാ തുറന്ന് ഇടിച്ച് എന്റെ പല്ലു ഒഴിക്കും ഞാൻ. എടാ ശുനകപുത്രന്മാരെ, 3 നേരം മൂക്കും മുട്ട തിന്ന് വായും പൊളിച്ചിരിക്കുവായിരുന്നോടാ. നിന്റെയൊക്കെ തലച്ചോറില്ലേ, അതൊന്ന് ഉപയോഗിക്കാൻ നോക്ക്. എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. പറ്റുന്നിടത്തൊക്കെ നോക്കി, എങ്ങും കിട്ടിയില്ല. എന്താടാ
നമ്മുടെ കയ്യിൽ നിന്ന് 30 ലക്ഷവും ഡയമണ്ട് റിംഗും അടിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞവന് നമ്മൾ ഫോൺ ചെയ്താൽ അവൻ ഫോൺ എടുത്ത് ഹലോ കാശ് എന്റെ കൈവശമുണ്ട് നിങ്ങൾ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു പറയുമെന്ന് കരുതോടാ. അങ്ങനെ പറയില്ല. കാപ്പി കുടിക്കുന്നേ. പൊട്ടന്മാരെ വെച്ചോണ്ട് നടക്കുകയാണ് ഞാൻ. എന്തോ അടിയത്? കാപ്പിയാണോ അതോ കഷായാണോ? എന്ത് വേണമെങ്കിലും കരുതാം. എന്താടാ ഇത്രയ്ക്ക് കിണിക്കാനും മാത്രം അവൾ എന്താ പറഞ്ഞത്? അത്രയ്ക്കും ധൈര്യമായോ നിനക്ക്? അമ്മേ, ഞാനൊരു അമ്പലം കെട്ടി പൂജിക്കാം. അച്ഛൻ ചത്ത അന്ന് തുടങ്ങിയതാ. ടിവിക്കകത്താ കുടിയും കിടപ്പുമെല്ലാം. അച്ഛന്റെ ആത്മാവൊന്നുമല്ല അതിനകത്തിരിക്കുന്നത്. അവസാനമായിട്ട് പറയാ, ഇനി ഈ വീട്ടിൽ TV സീരിയൽ ഇട്ടാ അമ്മയോടൊപ്പം ആ ടിവിയും ഇവിടുന്ന് ഞാനെടുത്ത് പുറത്തു കളയും. എന്റെ അമ്മേ, ആ TV അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു മോനുണ്ടെന്ന് ഓർക്കണം. എന്റെ കാശെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. ഇതുവരെ ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഭ്രാന്തുള്ളൂ എന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണെന്ന് ഇപ്പഴാ മനസ്സിലായേ. എന്ത് പറ്റി ഡാഡി? എല്ലാം പോയി മോളെ. മിനിങ്ങാന്ന് ഇവിടെ IT റെയ്ഡ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന കാശും പണ്ടും എല്ലാം ബാഗുകളിലാക്കി ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അതിൽ നിന്നൊരു ബ്ലാക്ക് ബാഗ് മിസ്സായി പോയി മോളെ. മിസ്സായിരുന്നോ? ആ ബാഗിൽ എന്താ ഉണ്ടായിരുന്നത്? ഡോളേഴ്സ് ആയിരുന്നു മോളെ. മുഴുവൻ അമേരിക്കൻ ഡോളേഴ്സ് ആയിരുന്നു. അത് മാത്രമല്ല, ആ കൃഷ്ണനുണ്ടല്ലോ, അവനും എന്നെ ചതിച്ചിട്ട് പോയി മോളെ. ഞാൻ വാങ്ങിയ ഡയമണ്ട് കൊണ്ട് അവൻ കടന്നു കളഞ്ഞു. അവൻ എന്തെങ്കിലും നമ്മളെ ചതിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ലോഫർ, ഡാഡിയെ ടെൻഷൻ ആക്കണ്ടെന്നും കൊണ്ട് പറയാതിരുന്നതാ. അവന്റെ നോട്ടം ഒട്ടും ശരിയല്ലായിരുന്നു. ഭയങ്കര വായി നോക്കിയ കിട്ടി. അവന് വിടാൻ പാടില്ല ഡാഡി. ഡാഡി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനല്ലേ പറയുന്ന, ആ ബാഗ് ഉറപ്പായും കിട്ടും. സ്മൈൽ ഡാഡി. ഡാഡി, ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാനൊന്ന് പുറത്തു പോവാണ്. 1 മണിക്കൂറിനുള്ളിൽ വന്നേക്കാം. എന്നാ ചെല്ല്. ബൈ ഡാഡി. പോയിട്ട് വാ. ചേട്ടാ, നമ്മുടെ മോളുടെ പോക്കത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോ നോക്കിയാലും ഫോണില്ല. ഉറക്കമൊന്നുമില്ല അവക്ക്. ഏത് നേരം പുറത്തു പോക്കാ. എനിക്ക് എന്തൊക്കെയോ സംശയമൊക്കെ ഉണ്ട്. എന്റെ മോളെ എനിക്ക് വിശ്വാസാ. ഞാനാ അവളെ വളർത്തിയത്. അത് തന്നെ എന്റെയും പേടി. വേലായുധാ, ആ ചേട്ടാ, കാര്യം എന്തായാലും കൊള്ളാം. അവളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ശരി ചേട്ടാ, ചെല്ല്. വാടാ. Shit, hell is happening. ഇപ്പൊ നമ്മുടെ ലിവിംഗ് റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മുടെ പാരന്റ്സ് അറിയില്ലേ? ലിവിംഗ് ടുഗദർ മാത്രമായിരുന്നില്ലല്ലോ, ഡ്രഗ്സിന്റെ കാര്യം അവര് മനസ്സിലാക്കും. ഇങ്ങനെ ഒരു സംഭവം എന്റെ അമ്മ അറിഞ്ഞ അപ്പ തന്നെ എന്നെ കൊന്നുകളയും. കാർഡ്സും ചേഴ്സും പോലീസും എന്ത് രസമായിരുന്നല്ലേ. ഇങ്ങനെയുള്ള ത്രില്ലൊക്കെ വേണമല്ലേ. അമേസിങ്, അടിപൊളി. നിങ്ങൾക്ക് എന്താ വട്ടായോ? നമ്മുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മതിയോ? നോ പ്രോബ്ലം. 2 മിനിറ്റ്സിൽ സൊല്യൂഷൻ ഇങ്ങോട്ട് വരും. അതെങ്ങനെയാ? ഗാഞ്ചായ് ഗോരി. ചിലപ്പോ അത് പോലീസ് ആണെങ്കിലോ? സ്റ്റിയറിംഗ് പിടിച്ച് കൊണ്ടുപോയി ഒറ്റ ആക്സിലേറ്റർ. എന്റെ പൊന്നെ, ഇങ്ങനെ തുറന്ന് മലത്തി ഇടല്ലേ. ആ പിന്നെ റോളക്സ്, ഫാസ്റ്റ് ട്രാക്ക്, DCL, ഒമേഗ, ഫോസിൽ ഏതാ വേണ്ടേ? നമുക്ക് ശരിയാവില്ല. ഓക്കെ, എന്നാ പിന്നെ അടിപൊളി സ്മെല്ലുള്ള ഒരു കോബ്ര തന്നെ ഇരിക്കട്ടെ. എന്താ മണം കേട്ടോ. അത് ശരി, ഇതെന്താ മിനിങ്ങാന്നല്ലേ കൊണ്ടു തന്നത്? അപ്പോഴേക്കും അതൊക്കെ തീർത്തോ? അതെ, ഇതൊന്നും വേണ്ട. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക. പ്രശ്നത്തിലോ? ഇതെന്താണപ്പാ പുതിയൊരു പ്രശ്നം? ജോലിക്ക് കൈക്കൂലി കൊടുക്കാൻ ചേട്ടൻ തമ്പുരാന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 2 ലക്ഷം നഷ്ടപ്പെട്ടെന്നോ? ആ ഫ്രസ്ട്രേഷനിലാണ് ATM മോഷണം നടത്താൻ തീരുമാനിച്ചത്. അപ്പൊ പെട്ടെന്നൊരു ബാഗ് വന്ന് മുന്നിൽ വീണു. അതിൽ ഡോളേഴ്സ് ഉണ്ടായിരുന്നു. എന്തെന്നാടാ പുതിയ കഥകളൊക്കെ. വിവേക്, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ ലക്ഷ്മി? ആ ബാഗ് ഏത് കളറാ? ബ്ലാക്ക്. എന്താ? എവിടുന്ന് കിട്ടിയതാ? നമ്മുടെ ATM സെന്ററിന് മുമ്പിൽ. ATM സെന്ററോ? ആ ബാഗിൽ എന്താ ഉണ്ടായിരുന്നേ? ഡോളേഴ്സ്. അതെ ലക്ഷ്മി. എന്താ പ്രശ്നം? ആ ബാഗിന്റെ ഡാഡിയുടെയാ. ഞാൻ നൈറ്റ് റൈഡ് നടക്കുന്നുണ്ടെന്നും പറഞ്ഞ് ബാഗിലൊക്കെ പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തപ്പോ ഒരു ബ്ലാക്ക് ബാഗ് മിസ്സായി പോയി. കാലത്തോട്ട് അതും പറഞ്ഞ് വിഷമിച്ചിരിക്കുക. അത് കൊള്ളാം. അപ്പൊ അവകാശമുള്ളത് തന്നെ കിട്ടിയേക്കണം. നീ ഭാഗ്യവനാടാ. സ്ത്രീധനായിട്ട് അങ്ങ് കൂട്ടിയാ മതി. അത് ഡോളറായിട്ട് കിട്ടിയെന്നൊക്കെ കൂട്ടിക്കോ. എന്താടാ വല്ല വിവരവും കിട്ടിയോ? ചേട്ടാ, ലക്ഷ്മി കുഞ്ഞിവിടെ 3 ആൺപിള്ളേരുമായിട്ട് നിന്ന് സംസാരിക്കുക.
ആ 3 ആമ്പിള്ളേരും അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കും. അവര് ക്ലാസ്സിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ടിരിക്കാവോ? അതല്ല, അങ്ങനെ വല്ല സംശയമാണെങ്കിൽ അതങ്ങ് പെൺപിള്ളേരോട് ചോദിച്ചാ പോരായോ? ഡാ, ഒരച്ഛനില്ലാത്ത വിഷമം എന്തിനാടാ നിനക്ക്? നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്? എന്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. പമ്പര വിഡ്ഢി, നീ എന്റെ മോൾ എന്താ ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞാ മതി, ഉപദേശിക്കാനൊന്നും വരണ്ട. അതെന്താ ചേട്ടൻ ഇങ്ങനെ ഇപ്പൊ മാറ്റി പറയുന്നത്? എനിക്കെന്താ വേണം? വല്ലാത്തൊരവസ്ഥയിലാണല്ലോ. എന്തായാലും ഇതിപ്പോ വലിയൊരു തെറ്റൊന്നുമല്ല. മിനിമം 100 ഗ്രാംസിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നാർക്കോട്ടിക് കേസിൽ ബുക്ക് ചെയ്യും. ഓക്കെ, അതിത്ര വലിയ കാര്യമൊന്നുമല്ല. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇനി എന്താണ് അളിയ? ആ, പോലീസിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് വണ്ടിയുടെ കാർ കീസ് എടുത്ത് വലിച്ചെറിഞ്ഞു. അതെന്ത് പണിയാ? പോലീസ് വെഹിക്കിൾ തെഫ്റ്റിംഗ് കേസായില്ലേ അത്? അതിത്തിരി കട്ടിയാട്ടോ. അത് സെറ്റിൽ ചെയ്യണമെങ്കിൽ 1 ലക്ഷമെങ്കിലും കൊടുക്കണം. അതുമായിട്ട് വാ, അപ്പൊ തീർക്കാം. ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ഇനി എന്താടാ ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പറയാതെ? എന്റെ തല പൊട്ടുന്നു. എല്ലാം ഒന്നിച്ചങ്ങോട്ട് പറ. കാർ അവിടെ വിട്ടേച്ചാ പോന്നെ. അതങ്ങോട്ട് പോയി എടുത്താ പോരെ? അതിലിപ്പോ എന്താ എത്ര വലിയ പ്രശ്നമുള്ളത്? ആ, കാറിന്റെ പ്രശ്നമല്ല, കാറിലെ സ്റ്റോക്ക്. എത്രയുണ്ട്? 100 ഗ്രാം ഹെറോയിൻ, 1 കാ കിലോ കൊക്കൈൻ, വേറെന്തോ കൂടെ ഉണ്ട്. ഇതെന്ത് കളിയാടാ? കാറിനകത്ത് നീയൊക്കെ കടയാണോടാ നടത്തുന്നേ? കൂട്ടുകാർക്ക് റേവ് പാർട്ടിക്ക് സ്പോൺസർ ചെയ്യാന്ന് കരുതി. അതിന് സ്പോൺസറിങ് നല്ല പറയാ, സ്മഗ്ലിംഗ് എന്നാ പറയാ. പോലീസിലെങ്ങാനും അകപ്പെട്ടാ നിന്റെയൊക്കെ കൂടെ എന്നെയും പിടിച്ചകത്താക്കും. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കേ പ്ലീസ്. ഓക്കെ, കാറിന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. ഈ കേസ് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപയാകും. അത് തരാൻ പറ്റുമോ? ഓക്കെ ആണല്ലോ. സാരില്ല, ഈ പ്രശ്നത്തിൽ നിന്നൊന്ന് പുറത്തു കിടന്നാ മാത്രം മതി. അതാ ഇപ്പൊ ആവശ്യം. ഓക്കെ, നോ പ്രോബ്ലം. എന്നാ പിന്നെ നമുക്ക് ബോസിനോട് പറഞ്ഞ് എല്ലാ കേസും അങ്ങ് സെറ്റിൽ ചെയ്യാം. ആരാ നിന്റെ ബോസ്? ചേട്ടൻ തമ്പുരാനോട് സത്യം പറയാം. പറടാ, അങ്ങ് പറ. കണ്ണും കിഡ്നി അയാളങ്ങ് എടുക്കും. അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റുമോ? ചിലപ്പോ അയാൾ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്താലോ? ഒരു കല്ലിട്ട് നോക്കാം. എന്താ പറഞ്ഞേ? കല്ലിട്ട് നോക്കാന്നോ? ഒരു കാര്യം ചെയ്യ്, ആ കല്ലെടുത്ത് ഞങ്ങളുടെ തലയിൽ ഒറ്റടക്കാണ്ട് പോവാലോ. എല്ലാം എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? അല്ല പിന്നെ മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. കാശ് തിരിച്ചു കൊടുക്കാൻ 1 മാസം സമയമുണ്ടല്ലോ. ഇപ്പോഴേ എന്തിനാ ടെൻഷൻ ആവുന്നേ? ധൈര്യത്തോടെ സത്യം തുറന്നു പറഞ്ഞ 1 ദിവസത്തോടെ പരിഹാരമാവും. തൽക്കാലം രക്ഷപ്പെടാന്ന് കരുതി പറയാതിരുന്ന 29 ദിവസവും ടെൻഷനായിരിക്കും. കറക്റ്റ്. മ്യൂസിക്കിനെ പോലെ തന്നെ സത്യസന്ധത ഇഷ്ടപ്പെടുന്ന ആളാ. അതുകൊണ്ടല്ലേ നിനക്ക് 2 ലക്ഷം തന്നത്. സോ പറയുന്നതായിരിക്കും നല്ലത് എന്നാ പറഞ്ഞേക്കാം. വാ. അപ്പൊ ആ കാറിന്റെ കാര്യം? അതിലല്ലേ ഡാഡിയുടെ ബാഗ്? കാറിന്റെ നമ്പർ ഉണ്ടല്ലോ. RT ഓഫീസിൽ എൻക്വയറി ചെയ്ത് അവർ അഡ്രസ് തരും. ഇനി കാറ് കിട്ടി ബാഗ് മിസ്സായാലോ? കാറ് കണ്ടു കിട്ടിയ ബാഗ് എങ്ങനെ എടുക്കണമെന്ന് എനിക്കറിയാം. നീ സമാധാനിക്ക്. ബില്ല് ഞാൻ കൊടുത്തത് ഏച്ചിക്കാ. എടാ, ഞാൻ ബാത്റൂമിലടാ. കാര്യം എന്താന്ന് വെച്ചാ പറ. ചേട്ടാ, ഇവിടെ നമ്മുടെ ലക്ഷ്മിക്കും ഞാൻ ബില്ലടയ്ക്കുന്നത്. എടാ, എനിക്കിവിടെ കോടികളാ നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് ഈ നക്കിത്തരം വിളിച്ച് പറയുന്നത്. ലക്ഷ്മി ഹോട്ടലിലെ ബില്ലടച്ചാൽ എന്താ? ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? നിന്റെ തലക്കകത്ത് കളിമണ്ണാണോ? അവള് വല്ല തെറ്റും ചെയ്താ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യ്. ബില്ലടച്ചെങ്കിൽ അവൾ അടച്ചിട്ട് പോട്ടറാ. ഇങ്ങനെ ഒരു വെഡി. വിവേക്, ഞാനും രമേശ് RT ഓഫീസിൽ പോയി എൻക്വയറി ചെയ്തിട്ട് വരാം. ഓക്കെ. എന്തിനാടാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? ചേട്ടാ, ലക്ഷ്മി കുഞ്ഞൊരു തെറ്റ് ചെയ്തു. എന്താടാ ചെയ്തേ? ആ ഹോട്ടലിൽ നമ്മൾ ഇപ്പോൾ ഒരു പലഹാരം കട്ടെടുത്തു. നീ ആ വഴിയിൽ വല്ല പുഴു കൊണ്ട് എടുത്ത് തിന്നടാ. വേണ്ട ചേട്ടാ, വയറിന് എന്തോ ഇന്ന് നല്ല സുഖമില്ല. ഇങ്ങനെയുള്ള വിഡ്ഢികളെ ജോലിക്ക് വെച്ചതുകൊണ്ടാ അവൻ എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞ. എന്താടാ മതിൽ അടിയാണോ വന്നത്? അവിടെ ആ ബദാമരത്തിന്റെ താഴെ കിടക്കുന്ന ചുവന്ന് കാറ് നമ്മുടെയാ. എന്താടാ അത്? ഇപ്പൊ അത് ഒത്തിരി പേരുണ്ട്. എങ്ങനെയെങ്കിലും നൈറ്റ് കാർ അടിച്ചു മാറ്റണം. എങ്ങനെ? എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ? രഘുവിന്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞ് കാർ വാടകയ്ക്ക് എടുത്താലോ? രഘുവിന് മോളുണ്ടോ? അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. മനസ്സിലായി. എക്സ്ക്യൂസ് മീ, ആരടാ അത്?
ധൈര്യമായിരിക്കട, ഒന്നും സംഭവിക്കില്ല. നിനക്ക് തൈനുണ്ടെങ്കിൽ എനിക്കുണ്ട്. യെസ്, കമോൺ വാ. ഓ ഷിറ്റ്. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് വാ. എന്തിത്? ഇതെന്താ ഡീസൽ തട ഒഴിച്ചിരിക്കണേ? ആരെങ്കിലും ചവിട്ടി വീഴില്ലേ? അത് ഡീസൽ അല്ല, ബ്ലഡാ. അതിരിക്കട്ടെ, നിങ്ങൾ ആരാ? കൊറിയറാ, സ്ഥലം മാറിപ്പോയി. ബൈ. ചേട്ടൻ തമ്പുരാനെ ഒന്ന് കാണണം. അതെ, തമ്പുരാൻ ഏതോ ഒരു മീറ്റിംഗിലാ. നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ആയിക്കോട്ടെ. ഇങ്ങോട്ട് വേണം. അവിടത്തേക്ക് മച്ചാ കൊറിയറുകാരെന്ന് പറഞ്ഞ രക്ഷപ്പെടായിരുന്നില്ലേ? നിനക്കൊരു വിവരമില്ല. ടെൻഷൻ കാരണം വിഷമിട്ട് വയ്യ. മച്ചാ, ഒരു നമ്പറിൽ 2 കാർ ഉണ്ടാവോ? അതെങ്ങനെ ഉണ്ടാവാനാടാ? അല്ല, ഇവരുണ്ടല്ലോ. നമ്മുടെ കാറാടാ. നമ്മുടെ കാറോ? നമ്മുടെ കാറിന്റെ അടുത്ത് ഉമ്മാരെന്തായി കാണിക്കുന്നത്? നോക്കട്ടെ. അതേ കാറാടാ. നമ്പർ പ്ലേറ്റ് ഒക്കെ നോക്കുന്നുണ്ടല്ലോ. ഇതെങ്ങനെ ഇവിടെ കിട്ടിപ്പോടാ. നിനക്ക് കീഴ്ത്തുണ്ടേ. നിക്കവിടെ. അയാൾക്ക് കാര്യം മനസ്സിലായി, അതോടെ നമ്മുടെ ശവം അടക്കും. ഓ, അപ്പൊ പിന്നെ ഇന്നലെ അഗ്രിമെന്റ് സൈൻ ചെയ്ത് കാശ് വാങ്ങിച്ചത് നീ തന്നെയല്ലേ? അതേ തമ്പുരാനെ. പിന്നെന്താ ഇവിടെ കാര്യം? അത് പിന്നെ എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് ഒരു കാർ വേണമായിരുന്നു. ഈ കാർ തന്നെ വേണം. വരനെ റെഡ് ഫോർട്ട് ഭയങ്കര ഇഷ്ടം. സോ ഞങ്ങൾക്ക് ഈ കാർ തന്നെ മതി. അതങ്ങനെ തരാൻ പറ്റില്ല. 10,000 തന്നാ തരാം. അതെന്റെ പേഴ്സണൽ വണ്ടിയാ. എന്നാ പിന്നെ 15,000 തരാം. ഞാനും എന്റെ അളിയനും ഇത് ഓടിക്കൂ. അതിനെന്താ 20,000 മേടിച്ചോ? പോട്ടെ സാർ, താങ്ക് യു. വേണ്ട വേണ്ട, പറഞ്ഞു വിടറോ. അത്രയും കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് സംശയം വരില്ലേ? ഒന്ന് നിന്നേ. ഹലോ ബോസ്, അകത്തുനിന്ന് വല്ല വഴക്കോ? വഴക്കൊന്നുമില്ല. എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് കാർ ചോദിച്ചതാ. നീ വാടാ. ഇവരെന്താ ഈ കല്യാണം കഥ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവര് നമ്മളെ പോലെ തന്നെ. മിണ്ടാതിരിക്കണം. ഈ ലോകത്ത് ഒരു കല്യാണമേ നടക്കുള്ളൂ. എന്ത് ചെയ്യാൻ ആലോചിക്കാൻ പോലും സമയം തരുന്നില്ലെന്ന് വെച്ചാൽ ഒന്ന് മറിക്കേ. അവിടെ വായി നോക്കി നിൽക്കുന്ന കയറി വാ. ഒന്ന് വാ. അല്ല, വണ്ടിയുടെ കാര്യത്തിന് 1 ലക്ഷം എക്സ്ട്രാ ആവും. അതുകൊള്ള. ഇതെന്താ ഇത്? രോമം കൊഴിഞ്ഞ ജന്തുക്കളൊക്കെയാണോ അപ്പൊ ചേട്ടൻ തമ്പുരാനെ കാണാൻ പോകുന്നത്? അവിടെ നിന്ന് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് 1 ലക്ഷം കൈ തരണം. അത് കിട്ടിയാലേ ഇനി മുമ്പോട്ട് പോകും. ഇനി എന്താ കഥ എന്ന് വെച്ചാ, അല്ല വെച്ചാ സുഖാണോ? വീട്ടിലെല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ഒന്നുമില്ല, ഇപ്പൊ 4 ലക്ഷം ഡീൽ. ഇതെല്ലാം നമ്മുടെ ആൾക്കാരാ. ഒന്ന് ചേട്ടൻ തമ്പുരാനെ കാണണം. എന്തു പറയുന്നു? ഓക്കെ, റൈറ്റ്, ബൈ. അതെ, ഡീൽ നടത്തേണ്ട ആള് ഞാനല്ലേ. സെറ്റിൽമെന്റ് ഒക്കെ ഇവിടെ കൊടുത്താൽ മതി. പിടികിട്ടിയോ? ഇവരെ നോക്കിയോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. മതി, ചേട്ടൻ തമ്പുരാൻ ബിസിയാ, വരാൻ സമയം എടുക്കും. നമ്മുടെയും ഇതേപോലത്തെ ഫോർഡ് കാറായിരുന്നില്ലേ? ഡാർലിംഗ്, ഇവിടെ തന്നെ ഒരു 1000 ഫോർഡ് കാർസ് കാണും. അതെല്ലാം നമ്മുടേതാവില്ലല്ലോ. ഒരു കാർ. ഇവരും നമ്മളെ പോലെ സിൽവർ കളർ ലൈനിങ് ഇട്ടിട്ടുണ്ട്. ഡാർലിംഗ്, ഇവിടെ തന്നെ ഒരു 1000 കാർസ് ഉണ്ട്. 500 പേരെങ്കിലും ഇതുപോലെ സിൽവർ ലൈൻ ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ആവോ? ഒരു കാർ. ബോബ് മാർലിയുടെ ഫാനാണോ ഇതിന്റെ ആളും? നോക്ക് ഡാർലിങ്സ്, ഇവിടെ ഒരു 1000 ഫോർഡ് കാർസ് ഉണ്ട്. അതിൽ 500 പേരെങ്കിലും ഇതുപോലെ സിൽവർ ലൈൻസ് ഇടും. അതിൽ നിന്ന് 100 പേരെങ്കിലും ബോബ് മാർലിയുടെ ഫാൻസ് ആയിരിക്കും. ഇത് നമ്മുടെ കാർ തന്നെയാ. അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞേ. അത് നമ്മുടെ കാർ ഇവിടെ എങ്ങനെ എത്തിയടാ? അയാള് കണ്ട കാറും പോവും, നമ്മള് 4 ലക്ഷം പോകില്ലടാ. ഇത് നമ്മുടെ കാറ് തന്നെ, നമ്മുടെ കാറ് തന്നെ. ഹലോ, നമസ്കാരം അളിയാ, എങ്ങനെയുണ്ട്? എന്റെ കൂട്ടുകാരൻ ഒരു സിനിമ എടുക്കുന്നുണ്ട്. അതിലൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാ. മ്യൂസിക്കിൽ നിനക്ക് നല്ല ഗ്രാഹ്യം ഉണ്ടല്ലോ, അങ്ങോട്ട് അയക്കാം. ഒന്ന് നോക്കിയിട്ട് പറ. എനിക്ക് അത്രയ്ക്കൊന്നും മ്യൂസിക് നോളജ് ഇല്ലല്ലോ. അത് നിന്റെ വില നിനക്ക് അറിയാത്തോണ്ടാ. പക്ഷെ ഞങ്ങൾക്ക് നിന്നെ അറിയാം. ഒന്ന് നോക്കിയിട്ട് അയക്കേ. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടൻ തമ്പുരാൻ ഇയാളാണെന്ന് തോന്നുന്നു. ഇയാളുടെ കണ്ണിൽപ്പെട്ട 4 ലക്ഷം വണ്ടി എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ എന്താ ചെയ്യാ? വരുന്നുണ്ടാ. അളിയൻ അയച്ച മ്യൂസിക് ടീം നിങ്ങളാണോ? എനിക്ക് മ്യൂസിക്കിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അതൊരു സമുദ്രമാ. നിങ്ങൾക്ക് ഏത് രാഗമാ കൂടുതൽ ഇഷ്ടം? വെരി ഗുഡ്. CD കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. ലൈവ് സിംഗേഴ്സ്. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഒരു പാട്ട് പാടിക്കേ, കേക്കട്ടെ. പാടിക്കേ. ബംബോലെനാഥൻ ബംബോലെനാഥൻ ഇൻ മൈ ഹാർട്ട്. ബംബോലെനാഥൻ ബംബോലെനാഥൻ ഇൻ മൈ ഹാർട്ട്. ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നണല്ലോ. കമോൺ ഗൈസ്, ഹം. ഓക്കെ റെഡി? ബംബോലെനാഥൻ ബംബോലെനാഥൻ ഇൻ മൈ ഹാർട്ട്.
അതെ നിർത്തിക്കേ. ഇതാണോടാ പാട്ട്? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാ. ഇതിന് പാട്ടെന്നല്ല പറയാ. വിടുന്നു ഔട്ട്. ഇവരുടെ കോണത്തിൽ മ്യൂസിക് നന്നായിട്ടല്ലേ നമ്മൾ പാടിയത്, പിന്നെന്താ അയാൾക്ക് ഇഷ്ടപ്പെടാതെ പോയത്? അവന് പാട്ടറിയില്ലടാ. നിന്ന് ചേട്ടാ യെസ് ഡൂഡ്. വഴക്കുണ്ടാക്കരുത്. അല്ലടാ, സോറി സോറി വഴക്കൊന്നുമല്ല. സോറി. അകത്തെന്തോ വഴക്കായിരുന്നെന്ന് തോന്നുന്നു. അതൊന്നുമില്ല, കൂട്ടുകാരന്റെ കല്യാണം. കാർ ചോദിച്ചപ്പോ തരലെന്ന് പറഞ്ഞു. അവരും അത് തന്നെയാ പറഞ്ഞത്, ഇവരും ഇപ്പൊ ഇത് തന്നെയാ പറയുന്നത്. സത്യത്തിൽ എത്ര കല്യാണം നടക്കുന്നുണ്ടാ അറിയില്ലടാ. തൽക്കാലം 2 കല്യാണം. ആർടി ഓഫീസിൽ എൻക്വയറി ചെയ്തോ? ചെയ്തു. ചേട്ടൻ നമ്പറിന്റെ കാറാണോ? അല്ല, 3 പറയിൽ രാജശേഖരൻ നമ്പൂതിരി. അലിയാസ് റോക്കി. അതാരാണോ? ഡ്യൂഡ്, ചേട്ടൻ നമ്പറിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? പൂമാലയായിട്ട് പൂജ നടത്താൻ പോവാ? കാർ എങ്ങനെ അടിച്ചു മാറ്റാന്നാ ഞാൻ ആലോചിക്കുന്നത്. ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. റിസ്ക് എടുത്തിട്ടായാലും എന്തെങ്കിലും ചെയ്യണം. ശരിയാ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതോടെ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ തീരും. ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് ദുശീലങ്ങളൊക്കെ മാറ്റിച്ച് തിരുപ്പതി കൊണ്ടേ മുട്ടയടിപ്പിക്കാൻ നടന്നിട്ടുണ്ട്. തിരുപ്പതി വേണ്ട, പഴനി വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ദൈവത്തെ വിശ്വസിക്കില്ല. എന്റെ മനസ്സ് പറയുന്ന മാത്രമേ ഞാൻ അനുസരിക്കൂ. വീണ്ടും പഴയ കഥ. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ആ കാർ അവിടെ നിന്ന് മാറ്റണം. ഫിക്സ്. ഇന്ന് രാത്രി ചേട്ടൻ തമ്പുരാൻ എങ്ങനെയെങ്കിലും ഗോപി ഇട്ടേ പറ്റൂ. കുങ്കുമം കൊണ്ടൊരു വലിയ തിലകം വെച്ചു കൊടുക്കാം. കാറ് പുറത്തോണ്ടെന്ന് മാത്രം പോരാ, അതിന്റെ അകത്തുനിന്ന് ബാഗ് എടുക്കണം. അത് അവിടെ തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം. ഈ ഡോൺ ഒളിപ്പിച്ച സാധനം കണ്ടുപിടിക്കുക എളുപ്പമല്ലെന്ന് മാത്രമല്ല അസാധ്യവുമാണ്. അത് നമ്മള് രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ. ആ കാർ നമുക്ക് കിട്ടണം. നമ്മുടെ കാർ നമുക്ക് കിട്ടിയേ തീരൂ. എങ്ങനെയെങ്കിലും രാത്രി കാർ അടിച്ചു മാറ്റിയേ പറ്റൂ. നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ എന്താ ചെയ്യണ്ടേ? രാത്രിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഷെഡിനകത്ത് കയറാൻ എൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അത് ഞാൻ പറയാം. എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെയുള്ളതെല്ലാം അകത്തുള്ളവരുടെ കാറാണ്. ഓക്കെ, ദേ ഇതെല്ലാം. ഈ അവസാനത്തത് നമ്മുടെ റെഡ് ഫോർട്ട് കാർ. റെഡിന് റെഡ് തീപ്പെട്ട് വെച്ചാൽ പോരായിരുന്നോ? കൺഫ്യൂഷൻ ആവുന്നു. ഇപ്പൊ ഓക്കെ അല്ലടാ. വാട്ട് ഈസ് ദിസ് ഗൈസ്? ഇപ്പൊ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ജസ്റ്റ് ചില്ലിങ് ബേബി. സി, ഇപ്പൊ ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകിലുള്ള ഈ മതിൽ ചാടുന്നതാണ് സേഫ്. പ്ലാൻ മുഴുവൻ പറഞ്ഞില്ല. അവന്റെ തലക്ക് പിടിച്ച്. നോ, അവന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇവരെ പറഞ്ഞ് ശരിയാക്കാൻ പറ്റില്ല. വേസ്റ്റ്. റോക്കി, അവരുടെ എവിടാ? നീ ഞാൻ ചാടി. അപ്പോ പുറത്തന്നെ ആയിരിക്കും അല്ലേ? ഈ പിള്ളേരെ കൂടെ കൂട്ടിയതാണ് അല്ല, എനിക്കറിയില്ലടാ. ഗേറ്റ് തുറന്നിരിക്കുകയായിരുന്നടാ. ആരെങ്കിലും കീ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് പെട്ടെന്ന് തുറക്കടാ. തുറക്ക്. സൂപ്പർ സൂപ്പർ. ഇത് എല്ലാവർക്കും വട്ടാവട്ടായി. മറ്റു ശബ്ദമുണ്ടാക്കിയേക്കല്ലേ? ചേട്ടൻ തമ്പുരാൻ എങ്ങനെ എഴുന്നേറ്റാലുണ്ടല്ലോ നമ്മുടെ തല അയാളുടെ കയ്യിൽ. ഒരു 10 മിനിറ്റിനുള്ളിൽ പരിപാടി തീർത്തേക്കാം. നമ്മുടെ കാശ് എടുക്കണം. കാർ അവിടെ ഉണ്ട്. ഉറങ്ങാൻ പറ്റി കാണില്ല. അയ്യടാ, നിങ്ങളുടെ 2 ലക്ഷം ഉള്ളൂ. എന്റെ ഡാഡിയുടെ ഡോളേഴ്സാ. പണക്കാരന്റെ മോള് തന്നെ. വാടി. ലക്ഷ്മി, ചെറുപ്പത്തിൽ എന്റെ അമ്മ കുടിക്കയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കാശ് മുഴുവൻ മോഷ്ടിച്ചവനെ ഞാൻ അറിയോ? ആണോ? നിന്റെ കബീഷിന്റെ കഥ ആരാ ചോദിച്ചേ? നിന്റെ ഹെയർ പിൻ എടുക്ക. കാർ ഓപ്പൺ ചെയ്യ. അല്ല, ഡോർ ഓപ്പൺ ചെയ്യാം. ഗുഡ് നൈറ്റ്. ചെല്ല്. എന്താടാ ഈ സൂര്യക്കേട്?
പാതിരാത്രിക്കാണോ ഫോൺ ചെയ്യുന്നത് മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി? ഒരു കാര്യം പറയാനാ, അത് കേട്ടാ ചേട്ടന്റെ ഉറക്കം അപ്പൊ തന്നെ പോവും. ഇവിടെ ചേട്ടൻ തമ്പുരാന്റെ കോട്ടയ്ക്കകത്താ നിങ്ങളുടെ മോള്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. മോളുടെ കൂടെ 2-3 ആമ്പിള്ളേരും ഉണ്ട്. ഏതെങ്കിലും അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ കയറെടുക്കാൻ വന്നാന്നാ തോന്നുന്നേ. എടാ, നീ അവരെ ഫോളോ ചെയ്തോണം. എവിടാ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഡ്യൂഡ്, ഈ ഷെഡിലുള്ളവർക്കെല്ലാം ഭ്രാന്ത് പിടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ആ കഞ്ചാവിന്റെ പാക്കറ്റ് ഈ തീക്കകത്തേക്ക് ഇട്ടു. ഇവിടെ കീ ഉണ്ടല്ലോ. എന്താടാ? ഡോർ ഓപ്പൺ ആടാ. ബാഗുണ്ട്. കവറുണ്ടാടാ, എടുത്തേക്ക്. സൂക്ഷിച്ച് ശബ്ദം ഉണ്ടാക്കല്ലേ, ആരെങ്കിലും കേൾക്കും. ഇതിലേതെങ്കിലും ഒരു കീ തീർച്ചയായും ചെയ്തു. കറപ്പൺ ചെയ്യും. ഇത് മുഴുവൻ ട്രൈ ചെയ്യുന്നതിനിടയ്ക്ക് ചേട്ടന്മാർ എഴുന്നേറ്റ് വന്ന് ഗുഡ് മോർണിംഗ് പറയും. നിന്നെയൊക്കെ കൂടെ കൊണ്ടുവന്ന പണിയോടാ. ഇനി എന്താടാ വേണ്ടേ? അല്ല, ആ കാർ എവിടെയുള്ളത്? അവിടെയുള്ള ഷെഡിൽ. പിന്നെ ഇതിലെ ചാടി യന്ത്രം ചെറിയ മതിൽ കണ്ടുപിടിച്ചത് നടുവേന ഉള്ളതുകൊണ്ടാണ്. നടുവേനല്ല, മൂലക്കുറവ് നിനക്ക്. റോഹൻ, ഇങ്ങോട്ട് നോക്കി. ഒരു പഫ് എടുക്കുന്നോ? ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. നോ ടൊബാക്കോ, ഓൺലി ഗ്രാസ്. സ്റ്റിൽ ഐ ഡോണ്ട് സ്മോക്ക്. യു സ്മോക്ക്. എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരോട് പറയല്ലേ. Same here, dude. എന്താടാ? കീസ് അവിടെ തന്നെ ഉണ്ടോ? കീസ് ഉണ്ടെന്നോ? നമ്മളെ ബാഗ് കൊണ്ട് വന്നു. ഭഗവാനെ, നമ്മുടെ ഐറ്റംസ് സേഫാ. ബാഗ്. ദുബായ് ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ട്. എന്താണ് നീ അന്തമിട്ട് നിൽക്കുന്നത്? ഇതെന്താടാ? ആരാണ് നിങ്ങളൊക്കെ? ഈ കാർ ഷെഡിൽ എന്താ പണി? ഞങ്ങളുടെ കാറിലെ പെട്രോൾ തീർന്നു, അതുകൊണ്ട് വല്ല കാറും കിട്ടും. അയാൾ ചോദിച്ചാൽ നമ്മളോടല്ല, നീ അവിടെ ഇരി. സോറി. ആരാടാ നിങ്ങളൊക്കെ? നീ എന്നെ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ ഡോൺ. ആരുടെ സ്ഥലമാണെന്ന് അറിയണം. സാറിന്റെ ആണ്. അപ്പൊ ചോദ്യം ചോദിക്കേണ്ടത് ആരാണ്? സാറ് തന്നെ. ആര് ചോദിച്ചാ നിനക്കെന്താടാ? നിനക്ക് ഉത്തരം കിട്ടിയാ പോരെ? ഇതാണ്. ഇതെന്റെയാടാ. ഇവിടെ ഞാൻ മാത്രം ചോദ്യം ചോദിക്കൂ. ഏയ്, ഞാൻ ഇറങ്ങി വാടാ. എല്ലാരോടും ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വരാൻ.
എത്ര പേരാണ് ഇവിടെ കുമിഞ്ഞിരിക്കുന്നത്? മാളിലും സിനിമാ ഹാളിലും കാണേണ്ട ഇണക്കുരുവികൾക്ക് ഇവിടെ എന്താടാ കാര്യം? അതിപ്പോ മോളില് നല്ല സിനിമയൊന്നും ഓടുന്നില്ലല്ലോ, അതുകൊണ്ടാ. ഓഹോ, എല്ലാരും ഇറങ്ങി വന്നേ. എല്ലാരും വരി വരെ നിൽക്കേ, ഒറ്റ ലൈനിൽ നേരെ നിൽക്കേ. നിങ്ങളെയൊക്കെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മോർണിംഗ് മ്യൂസിക് റൂം. ആ, ഇപ്പോഴാ ഓർത്തത്. നമ്മുടെ പോലെ 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 നാഥൻ. ആ, ഇപ്പൊ പഠിക്കേ. സ്മോക്ക് സ്മോക്ക് കഞ്ചാവിന്റെ സ്മോക്കാ. ആടടാ. നിങ്ങളെന്താടാ പാടാത്തത്? ഇപ്പൊ തന്നെ പാടിക്കോളൂ. കയ്യിലെ തോക്കെടുത്തില്ല, ഇപ്പൊ തനിയെ പാട്ട് വന്നോളൂ. എല്ലാരും ഒന്നിച്ച് പാട്. ബമ്പം പോലെ ചങ്ക് മുഴങ്ങിയ പോലെ, ഡംഡം പോലെ ഡമരു കൊട്ടിയ പോലെ. പേടിക്കണ്ട, ഒന്നുമില്ല. കിളികൾ മാറിപ്പോടാ. വിവേക്, എനിക്ക് പേടിയാവുന്നു. എന്നെ കെട്ടിപ്പിടിച്ചോ. ഹലോ, നിന്നെ കാണാൻ ശ്രീലക്ഷ്മിയെ പോലെ ഉണ്ടല്ലോ. ശ്രീലക്ഷ്മിയാ? ശ്രീലക്ഷ്മി, ഇവിടെ ഒരു കള്ളത്തമ്പുരാനുണ്ട്, അവന്റെ കണ്ണി പെടരുതേ. ഇത് ഞാനാടാ, എന്നെ മനസ്സിലായി. നീ ഏതാടാ ടൈപ്പ്? ശ്രീലക്ഷ്മി എടാ പ്രവീണേ, അവളുടെ തന്തയുടെ അടുത്ത് ഡയമണ്ട് അടിച്ചു മാറ്റി അവള് നമ്മളെ ഫോളോ ചെയ്ത് നിൽക്കുക. ഡയമണ്ട് എവിടാ? സാറേ നമസ്തേ. ആ ചരക്കിനെ കാണാൻ ഡയമണ്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. ഡയമണ്ട് എവിടാ? ഡയമണ്ട് ഡയമണ്ട് ഡയമണ്ട്. ശ്രീലക്ഷ്മിയെ കാണാൻ ഡയമണ്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞത്. ഡയമണ്ട് കൊന്നേടാ, ഒറ്റയടിച്ച് എന്നെ കൊന്നുകളേടാ. ആ പെണ്ണിനെ കാണാൻ ഡയമണ്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ കൊന്നുകളയല്ല. ഒറ്റ ഉണ്ടക്കിനെ ശ്വാസം പോലും പിന്നീട് ഉണ്ടാകരുത്. പോടാ നിന്നെയൊക്കെ. എനിക്ക് ആ ശ്രീലക്ഷ്മിയെ മതി, ശ്രീലക്ഷ്മിയെ മാത്രം മതി. എനിക്ക് ശ്രീലക്ഷ്മി മതി. അതേ ഫോർട്ട് കാർ, അതിൽ തന്നെയാ ബാഗ് ഉള്ളത്. അതേ ഫോർട്ട് കാർ, അതിൽ തന്നെയാ ബാഗ് ഉള്ളത്. എനിക്ക് ശ്രീലക്ഷ്മി വേണം, എനിക്ക് ശ്രീലക്ഷ്മി വേണോടാ. നിന്നെ പോലൊരു കോന്തൻ അവൾക്കോ എന്റെ അടുത്ത് ശ്രീലക്ഷ്മിയിലെ ഡയമണ്ട് ഇല്ല, ഇതൊന്ന് വിട്ടേച്ചാ മതി പ്ലീസ്. ഞാൻ പോകോളാം. എനിക്ക് ശ്രീലക്ഷ്മിയെ തന്നേക്ക്. ശ്രീലക്ഷ്മി എന്റെ ഗേൾഫ്രണ്ടാ സാർ, അവളെ ഞാൻ തരില്ല. എനിക്ക് ശ്രീലക്ഷ്മി വേണം, എനിക്ക് ശ്രീലക്ഷ്മി. ബാഗ് ഇവിടെ ഇല്ല. എന്റെ അടുത്ത് തന്നെ കളിക്കുന്ന പീറ പിള്ളേര്. ബാഗ് ഇവിടെ ഇല്ല. ബാഗ് ഉണ്ടല്ലോ, ബാഗ് കിട്ടി. ശ്രീലക്ഷ്മി വേണം, ശ്രീലക്ഷ്മി എന്താണോ? ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി വേണം, ശ്രീലക്ഷ്മി. ഞാൻ തരില്ല.
Hello. This is my turn. ഒരെണ്ണം തരൂ. Hungry. ഒറ്റൊരെണ്ണം താ. This one. എന്റെ വേണ്ട നോ ടച്ചിങ്. Excuse me. No sex. Only chips. പോലീസ് വരുന്നടാ. പോലീസ് വരുന്നടാ. പോലീസ് വരുന്നടാ. അങ്ങനെ പോലീസോ? ഇങ്ങോട്ട് വേണ്ട. നീ കണ്ടോ? ഇങ്ങോട്ട് വേണ്ട. എന്ത് പറ്റിയടാ? എന്താ പറ്റിയേ? എന്താ ഇവിടെ ഉണ്ടെന്നോ? അല്ല നിന്റെ കണ്ണിന് എന്ത് പറ്റിയടാ? ആ ചേട്ടനല്ലേ പറഞ്ഞ ലക്ഷ്മി കുഞ്ഞിന്റെ മേലെ ഒരു കണ്ണ് മതിയെന്ന്. ലക്ഷ്മി കുഞ്ഞ് ഒരു ബാഗ് ഉണ്ടല്ലോ. ഓ എന്റെ ബാഗ് കിട്ടി. സാറിന്റെ ബാഗും സാറിന്റെ മോളും സാറിന്റെ എന്തിനാടാ നീ അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്ത് പറ്റി മോളെ? സാറിന്റെ മോളും സാറിന്റെ ബാഗും. സാറിന്റെ ബാഗിനൊപ്പം മോളെ അവര് കിഡ്നാപ്പ് ചെയ്തതാ. ഞാൻ രക്ഷിച്ചു. വെരി ഹൈ റിസ്ക് സാർ, പ്രോമിസ്. വളരെ നന്ദി മോനെ. ഈ കട ഞാൻ ഡോളേഴ്സ് ആയിട്ട് തന്നെ തിരിച്ചു തന്നോളാം. ആരാ നിങ്ങൾ? നമസ്കാരം സാർ. എന്താ പ്രശ്നം? എന്റെ മോൾക്കൊരു ചെറിയ പ്രേമം. എന്താ കുട്ടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സെയിം സാർ, സെയിം. സെയിം സാർ, സെയിം. സാറേ വിശന്നിട്ട് വയ്യ, കഴിക്കെന്തേലും ഉണ്ടോ? വിശക്കുന്നുണ്ടോ? ഈ കക്ഷത്തിലും കയ്യിലിരിക്കുന്നവൻ എന്തുവാ? ഇതൊന്നും കഴിച്ച് വിശപ്പം മാറില്ല സാറേ. പോലീസിന് വിട്ടെടുക്കല്ലേ. ഇങ്ങോട്ട് വരുന്നത് സൂക്ഷിക്കണം. നമ്മൾ രണ്ടുപേരും എക്സ്ട്രാ ഡീസന്റ് ആയിരിക്കണം. എക്സ്ക്യൂസ് മീ, ഇവിടെ അകത്തെന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി വന്നതാ, സോൾവ് ചെയ്യാൻ വേണ്ടിട്ടെ. വന്നപ്പോഴേക്കൊന്നും ഇല്ലാണ്ടായി. നിർത്തണം, കുടിച്ച് പൂസായി നിൽക്കുക. നിനക്ക് കുനിച്ചു നിർത്തി തരുവോ വേണ്ട? പറഞ്ഞിട്ട് പോയേ ഒരൊറ്റെണ്ണം കൊടുക്കാൻ മേലായിരുന്നോ? ഇവന്മാർക്ക് പോലും എന്നെ മനസ്സിലായില്ലെങ്കിൽ ഈ ലോകം എന്നെ കണ്ട് എങ്ങനെ മനസ്സിലാക്കും? ഞാനൊരു ഡോണല്ലോ. നീ വിഷമിക്കരുത്, പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ മറികടന്നല്ലേ വിജയിക്കാൻ പറ്റൂ. പോലീസുകാരെത്തി, എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ഥലം കാലിയാക്കാം. ഞാൻ പറയുന്ന കേക്ക്. പോലീസുകാരെത്തിന്ന്. പോലീസ് എത്തി, നമുക്ക് പെട്ടെന്ന് ആടാന്ന്. എന്താടാ ഇത്? അവന്റെ തോളക്കര കിടക്കണം. എന്റെ ഫീമെയിൽ സിംഗർ എവിടെ? എന്റെ ചിപ്സ് എവിടെ? പോലീസുകാരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മാനേജ് ചെയ്തോളാം. നിങ്ങൾ ആരും ഒരു അക്ഷരം മിണ്ടരുത്, കേട്ടല്ലോ? കീപ് കോൾ. Sir, actually we came here. We are also by. ഇത്രയൊക്കെ ഇംഗ്ലീഷ് പറയാൻ അറിയാമെങ്കിൽ ഞാൻ എന്നെ സി ആയിരുന്നു. Bambolenath in my heart. Bambolenath in my heart. എടാ എസ്ഐയെ, ഈ സമയത്ത് എന്റെ ഗുഹക്കകത്ത് പ്രവേശിക്കാൻ നിനക്കാര ധൈര്യം തന്നത്? എന്റെ പോലീസ്. നിന്റെ ഫോർഡ് 1243 കാറില് കള്ളനോട്ടുണ്ടെന്ന് പ്രൂവ് ആയിട്ടുണ്ട്. എഴുന്നേറ്റു. പെഗിന്റെ ഹാങ് ഓവർ കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഹൈവേയിലെ ബാറി കിട്ടും. ചെറിയച്ഛൻ എഴുന്നേക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം കീറിയിട്ട് വരാം. സൈലൻസ്. പുറകിലത്തെ വഴിയെ കൂടെ പോകുന്നതാ നല്ലത്. വെള്ളം അടിച്ച് വണ്ടി ലൈസൻസ് കട്ട് ചെയ്യും. ഇതെന്താ പോലീസൊക്കെ ഇവിടെ? അത് തമ്പുരാന്റെ ശബ്ദമാണല്ലോ. അപ്പൊ തമ്പുരാനെ കൊണ്ടുപോകണോ? തമ്പുരാൻ പോവാണോ? തമ്പുരാനെ, അപ്പൊ ഇനി തമ്പുരാൻ വരില്ലേ? സാർ, ഇന്നലെ സാറിന്റെ ബാഗിനെയും മോളെയും രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ ബാഗ് പോയി സാർ. അതിലായിരുന്നു എന്റെ എല്ലാ സർട്ടിഫിക്കറ്റും. ഇപ്പൊ എന്റെ ജീവിതം തന്നെ പോയി. കഴിഞ്ഞ ആഴ്ച ഗൂഗിളിൽ ഞാനൊരു ജോലിക്ക് സെലക്ട് ആയത്. 60,000 സാലറി. അല്ല, അതിനിപ്പോ നിനക്ക് എന്ത് പറ്റി മോനെ? നീ എനിക്ക് എത്ര വലിയ ഉപകാരം ചെയ്തതെന്നറിയോ? സാറിന് ഉപകാരമായി. മറ്റന്നാൾ എന്നെ പെണ്ണ് കാണലായിരുന്നു. ജോലി ഇല്ലാത്തവൻ ആരെങ്കിലും പെണ്ണ് തരുമോ? ഞാൻ എന്റെ മോളെ തരാടാ. എന്റെ ജീവിതം നീ രക്ഷിച്ചത്.
എന്റെ മോള് ശ്രീലക്ഷ്മിയെ നീ കല്യാണം കഴിക്കൂടാ? കഴിക്കാം സാർ. സാർ ചോദിച്ചോണ്ട് കഴിക്കാം. മോളുടെ ആഗ്രഹമല്ലേ? സന്തോഷായില്ലേ മോളെ? സാർ, ഈ പ്രശ്നങ്ങൾക്ക് ഇടയിൽപ്പെട്ട് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. സാറിന് ഒറ്റ മോളേ ഉള്ളൂ. എന്റെ പെണ്ണുമ്പിള സമ്മതിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ശ്രമിക്കാം. എന്തു പറ്റിയടാ നിനക്കൊക്കെ? എന്താ ഈ അവതാരം? ശരണമയ്യപ്പ. ഇപ്പൊ പറയടാ. ഡോൺ കൃഷ്ണൻ തമ്പുരാനെ. ഡേയ്, ഇവനിപ്പോ പറഞ്ഞത് ലോകം മൊത്തം അറിയണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ബോർഡ് മാറ്റിയിട്ട് അകത്തുള്ള ചേട്ടൻ തമ്പുരാന്റെ ഫോട്ടോയെ മാറ്റി ഈ ഡോണിന്റെ ഫോട്ടോ വെക്ക്. അപ്പൊ ദുബായ് പാസ്പോർട്ട് റിജക്ട് ചെയ്യണം. ബം ഭോലേനാഥ്, ബം ബം ഭോലേനാഥ് in my heart. വരുന്നുണ്ടാ. ഞാനൊരു പൊട്ടൻ കഴിവേറിയാന്ന് നിനക്കൊക്കെ തോന്നിയെങ്കിൽ തെറ്റി. ചേട്ടൻ തമ്പുരാനെ, ഇത് ഞാനും എത്തി. ഇതെന്തു പറ്റി? എന്റെ ചേട്ടൻ തമ്പുരാൻ സ്ലോ മോഷനി വരുന്നേ. ആ, നിനക്കെങ്കിലും വരാൻ വരാതെ പറ്റില്ലല്ലോ. നന്ദിയുണ്ടാ. ഞാൻ തമ്പുരാനെ കാണാൻ വന്നതല്ല, ഒരു ഒപ്പ് വേണമായിരുന്നു. അതെ, അന്ന് നമ്മുടെ കാർ ആക്സിഡന്റ് ആയില്ലായിരുന്നോ? ഇൻഷുറൻസുകാരെ ചേട്ടന്റെ ഒപ്പ് ചോദിച്ചു. ഒരു ഒപ്പിട്ട് തന്നായിരുന്നെങ്കിൽ. തൽക്കാലം ഒന്നിന്റെ ആവശ്യമില്ല. പുറത്ത് വന്നതിന് ശേഷം ഞാൻ എല്ലാം ശരിയാക്കി. ആയിക്കോട്ടെ തമ്പുരാനെ. എനിക്കറിയേണ്ടത് അന്ന് ആ കാർ ആരാണ് പുറത്തേക്ക് കൊണ്ടുപോയത്? ഞാനാ. അല്ല, ഞാൻ നോക്കിക്കോളാന്നാ പറഞ്ഞ. തമ്പുരാൻ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്നോളാം. പുതിയ തമ്പുരാനോട് ചോദിച്ചിട്ടേ